നമസ്കാരം. ന്യൂസ് നൈറ്റിലേക്ക് സ്വാഗതം. വടകരയിൽ കോൺഗ്രസ് സ്ഥാനാർത്ഥിയായി കെ മുരളീധരനെ നിശ്ചയിച്ചു. മുരളീധരൻ മത്സരിക്കാൻ തയ്യാറാണ് എന്ന് ഉമ്മൻചാണ്ടി മുല്ലപ്പള്ളിയെ വിളിച്ചറിയിച്ചു. വിദ്യാ ബാലകൃഷ്ണൻ, ബിന്ദു കൃഷ്ണ, VM സുധീരൻ, പ്രവീൺ കുമാർ തുടങ്ങി നീണ്ട നിരയെ സ്ഥാനാർത്ഥിയായി ആലോചിച്ചിരുന്നു. എന്നാൽ ശക്തനായ സ്ഥാനാർത്ഥി വടകരയിൽ വേണമെന്ന് കണ്ണൂർ, കോഴിക്കോട് DCCകളും മുസ്ലിം ലീഗും RMPയും ആവശ്യപ്പെട്ടത് കാര്യങ്ങൾ മുരളീധരനിൽ എത്തിച്ചു. പാർട്ടിക്ക് വേണ്ടി മത്സരിക്കാൻ തയ്യാറാണ് എന്ന് മുരളീധരൻ പറഞ്ഞു. പാർട്ടി ഏൽപ്പിക്കുന്ന ഏത് ദൗത്യവും ഏറ്റെടുക്കും. എതിരാളി ആരെന്ന് പ്രശ്നമല്ല. ഇതോടെ UDFിൽ നിന്ന് മത്സരിക്കുന്ന MLA-മാരുടെ എണ്ണം 3ആയി. LDFിൽ നിന്ന് 6 MLA-മാർ കൂടിയാകുമ്പോൾ ആകെ മത്സരരംഗത്തുള്ളത് 9 MLA-മാർ. നീണ്ട നാളത്തെ അനിശ്ചിതത്വങ്ങൾക്കൊടുവിലാണ് വടകര, വയനാട് മണ്ഡലങ്ങളിൽ കോൺഗ്രസിന് സ്ഥാനാർത്ഥികളായത്. വടകരയിൽ കെ മുരളീധരനും വയനാട്ടിൽ T സിദ്ദിഖുമാണ് പരിഗണിക്കപ്പെടുന്നത്. പ്രഖ്യാപനം ഹൈക്കമാൻഡ് നടത്തും. വടകരയെയും വയനാട്ടിനെയും ചൊല്ലി തർക്കമുറുകുന്നതിനിടെയാണ് കോൺഗ്രസിൽ അപ്രതീക്ഷിതമായി കെ മുരളീധരനെ ഇറക്കി പ്രശ്നപരിഹാരം നടത്തിയത്. രൂക്ഷമായ തർക്കത്തെ തുടർന്ന് വടകര സീറ്റിൽ സ്ഥാനാർത്ഥി തീരുമാനം കോൺഗ്രസ് ഹൈക്കമാൻഡിന് വിട്ടിരുന്നു. സീറ്റിനെ ചൊല്ലിയുള്ള തർക്കത്തിന്റെ പേരിൽ സംസ്ഥാന കോൺഗ്രസിലെ AI ഗ്രൂപ്പുകൾ തുറന്ന പോര് തുടങ്ങിയ സാഹചര്യത്തിലാണ് ഹൈക്കമാൻഡ് ഇടപെട്ട് അന്തിമ തീരുമാനമെടുത്തത്. മുരളീധരന്റെ സ്ഥാനാർത്ഥിത്വം KPCC പ്രസിഡന്റ് മുല്ലപ്പള്ളി രാമചന്ദ്രൻ സ്ഥിരീകരിച്ചു. ആര് മത്സരിച്ചാലും ജയിക്കുമെന്നും കെ മുരളീധരനായാൽ കരുത്തുറ്റ വിജയമായിരിക്കുമെന്നും അദ്ദേഹം പ്രതികരിച്ചു. കെ മുരളീധരൻ വന്നാൽ തീർച്ചയായിട്ടും നല്ല ഒരു പോരാട്ടം നടത്തിക്കൊണ്ട് അവിടെ ഞങ്ങൾക്ക് വിജയിക്കാൻ സാധിക്കുമെന്ന് പ്രത്യാശ എനിക്കുണ്ട്. മാത്രവുമല്ല, ഏത് സ്ഥാനാർത്ഥി നിർത്തിയാലും അവിടെ ജയിക്കാനുള്ള എല്ലാ സാധ്യത ഇപ്പോഴുണ്ട്. മുരളീധരനാണെങ്കിൽ അനായാസേന ജയിച്ചു വരാൻ സാധിക്കും എന്ന കാര്യത്തിന് എനിക്ക് അശേഷം സംശയമില്ല. P ജയരാജനെ എതിരിടാൻ വടകരയിൽ ശക്തനായ സ്ഥാനാർത്ഥി തന്നെ വേണമെന്ന് വടക്കൻ കേരളത്തിലെ കോൺഗ്രസ് പ്രവർത്തകർ ഒന്നടങ്കം നിർബന്ധം പിടിച്ചിരുന്നു. അതേസമയം പാർട്ടിയെ ഏൽപ്പിക്കുന്ന ഏത് ദൗത്യവും നിറവേറ്റുമെന്നും വിജയം തനിക്ക് ഉറപ്പെന്നും കെ മുരളീധരൻ പ്രതികരിച്ചു. പാർട്ടിക്ക് വേണ്ടി ശക്തമായൊരു പോരാട്ടം നടത്താൻ തയ്യാറാണ് എന്ന് ഞാൻ അവരെ അറിയിച്ചു. വടകരയാണ്, വടകര നിയോജക മണ്ഡലത്തിലാണ് മത്സരിക്കാൻ തയ്യാറാണ് എന്നോട് ചോദിച്ചത്. അക്രമ രാഷ്ട്രീയത്തിനെതിരെ പോരാടാനും വടകരയിൽ 10 വർഷം KPC പ്രസിഡന്റ് നടത്തിയ വികസന പ്രവർത്തനങ്ങൾ തുടരാനും പാർട്ടി തയ്യാറാണോ എന്ന് എന്നോട് ചോദിച്ചപ്പോൾ പാർട്ടി ഏൽപ്പിക്കുന്ന ഏത് ദൗത്യം നിർവഹിക്കാമെന്ന് ഞാൻ മറുപടി പറഞ്ഞു. അത് മാത്രമേ എനിക്കറിയൂ. വയനാട്ടിൽ സിദ്ദിഖിനായി നിർബന്ധം പിടിച്ച ഉമ്മൻചാണ്ടിയാണ് പ്രശ്നങ്ങൾക്ക് കാരണമെന്ന് I ഗ്രൂപ്പ് കുറ്റപ്പെടുത്തുമ്പോൾ പാലക്കാട്ടും കാസർഗോട്ടും വിട്ടുവീഴ്ച ചെയ്തിട്ടും വയനാട്ടിൽ I ഗ്രൂപ്പ് പിടിവാശി കാണിച്ചുവെന്നാണ് A ഗ്രൂപ്പിന്റെ വാദം. സിദ്ദിഖിനെ വടകര ഇറക്കി വയനാട് ഷാനിമോൾക്ക് നൽകണമെന്ന I ഗ്രൂപ്പ് ഫോർമുലയ്ക്കും A ഗ്രൂപ്പ് വഴങ്ങിയില്ലെന്നും ആരോപണമുണ്ട്. എന്നാൽ ഗ്രൂപ്പിന്റെ പേരിലല്ല സിദ്ദിഖിനായി നിർബന്ധം പിടിച്ചതെന്നാണ് A ഗ്രൂപ്പ് മറുപടി. ന്യൂസ് ഡെസ്ക് റിപ്പോർട്ടർ. നമ്മോടൊപ്പം PM വേലായുധൻ, ഒപ്പം തന്നെ PM സുരേഷ് ബാബു, NC മോഹനൻ, A സജീവൻ, N ഷംസീർ തുടങ്ങിയവരാണ് വിവിധ സ്റ്റുഡിയോകളിലും ടെലിഫോൺ ലൈനിലുള്ളത്. ആദ്യം അഡ്വക്കേറ്റ് PM സുരേഷ് ബാബു, മുരളീധരൻ സമ്മതിച്ചു എന്നാണ് മുല്ലപ്പള്ളി രാമചന്ദ്രൻ ഇന്ന് പറയുന്നത് കേട്ടത്. വൃക്ക കൊടുക്കുക, കരൾ കൊടുക്കുക എന്നൊക്കെ പറയുന്നതിനാണ് നമ്മൾ സാധാരണഗതിയിൽ സമ്മതിച്ചു എന്നുള്ള ഒരു വ്യാഖ്യാനം കൊടുക്കാറുള്ളത്. ഇത് വടകരയിൽ ലോക്സഭാ തെരഞ്ഞെടുപ്പിൽ മത്സരിക്കുന്നതിന് അതിനെതിരാണ് ഇങ്ങനെ ഇത്രയും വലിയ ബലം പിടുത്തം ഉണ്ടായിരുന്നത്. അങ്ങനെയൊന്നുമല്ല അതിൻ്റെ കാര്യം. മുരളീധരൻ ഈ തെരഞ്ഞെടുപ്പിൽ ഒരു സ്ഥാനാർത്ഥിയേ ആയിരുന്നില്ല. ഒരു സ്റ്റെയിൽമേറ്റ് ഇന്നലെ വരെ തുടർന്നു. ആ സ്റ്റെയിൽമേറ്റ് എന്താണ്? വടകരയിൽ ഒരു സ്ഥാനാർത്ഥി വേണം. ആ സ്ഥാനാർത്ഥി നിലവിലുള്ള ശ്രീ മുല്ലപ്പള്ളി രാമചന്ദ്രനാണ്. അദ്ദേഹം മത്സര രംഗത്തില്ല എന്ന് പറഞ്ഞു. അദ്ദേഹം ഒരു സ്ഥാനാർത്ഥിയെ സജസ്റ്റ് ചെയ്തുമില്ല. പിന്നീട് പലതവണ പല കേഡറുകളിലായി ചുറ്റിക്കറങ്ങി ഒരു സ്ഥാനാർത്ഥിയെ കണ്ടെത്താനുള്ള ഒരു ശ്രമം നടന്നു. അതിൽ ചില സ്ഥാനാർത്ഥികളുടെ പേര് പുറത്തു വന്നപ്പോൾ അവർ ദുർബല സ്ഥാനാർത്ഥികളാണ്, അത് പിന്നെ നിയോജക മണ്ഡലം പരിചയമില്ലാത്തതാണ് അവരാണ് എന്ന് തുടങ്ങിയിട്ടുള്ള പരാമർശങ്ങളൊക്കെ ഉണ്ടായി. അങ്ങനെ വന്നപ്പോൾ ഒരു നല്ല സ്ഥാനാർത്ഥിയുടെ തിരച്ചിലിനിടയിൽ ശ്രീ കെ മുരളീധരന്റെ പേര് നിർദ്ദേശിക്കപ്പെടുകയുണ്ടായി. ശ്രീ കെ മുരളീധരൻ സ്ഥാനാർത്ഥിത്വത്തിന് ആവശ്യപ്പെട്ടിട്ടില്ല. അദ്ദേഹം നിലവിൽ MLA-യുമാണ്. അങ്ങനെ ഇരിക്കുമ്പോൾ അദ്ദേഹത്തിന്റെ പേര് നിർദ്ദേശിക്കപ്പെട്ടപ്പോൾ KPCC പ്രസിഡന്റ് അദ്ദേഹത്തിനോട് ചോദിച്ചു, അല്ലെങ്കിൽ ഹൈക്കമാൻഡ് അദ്ദേഹത്തിനോട് ചോദിച്ചു. അദ്ദേഹം സമ്മതം മൂളി. അങ്ങനെയാണ് സമ്മതിച്ചു എന്നൊരു വാക്ക് വന്നത്. അതല്ലാതെ
അഡ്വക്കേറ്റ് പി എം സുരേഷ് ബാബു കഴിഞ്ഞ 108 മണിക്കൂർ നേരത്തെ രാഷ്ട്രീയം താങ്കളെ പോലെ തന്നെ ഒരുപക്ഷെ ഞങ്ങളെല്ലാവരും സൂക്ഷ്മമായി നിരീക്ഷിച്ചു വരുന്നതാണ്. ഞാൻ ഒന്നുകൂടി ആവർത്തിക്കാം, 108 മണിക്കൂർ നേരത്തെ രാഷ്ട്രീയം നമ്മളെല്ലാം വള്ളി പുള്ളി വിടാതെ നിരീക്ഷിച്ചു വരുന്നതാണ്. കെ മുരളീധരൻ MLA വയനാട് സീറ്റ് അങ്ങോട്ട് ചോദിച്ച് നിന്നിരുന്നു എന്നുള്ളത് താങ്കൾക്കറിയാവുന്നതുപോലെ ഞങ്ങൾക്കും അറിയാം. വയനാട് അല്ലെങ്കിൽ വേറൊരു സീറ്റിലേക്കില്ല എന്ന് ഖണ്ഡിതമായി കെ മുരളീധരൻ പറഞ്ഞിരുന്നു. അവിടെയാണ് വടകരയിലെ നിങ്ങൾ വിദ്യാ ബാലകൃഷ്ണൻ മുതൽ ഇപ്പോൾ പ്രവീൺ കുമാർ വരെയുള്ളവരുടെ പേരുകൾ നമ്മൾ നിരനിരയായി കേട്ടുകൊണ്ടിരുന്നത്. ഓരോ ദിവസം ഓരോ മണിക്കൂറിൽ പേരുകൾ മാറി മറിഞ്ഞു വരുന്ന സ്ഥിതിവിശേഷമുണ്ടായിരുന്നു. അവസാനമാണ് ഇന്നിപ്പോൾ മുല്ലപ്പള്ളി രാമചന്ദ്രനോട് ഉമ്മൻചാണ്ടി വിളിച്ചു പറയുന്നത് മുരളീധരൻ സമ്മതിച്ചു എന്ന്. ഒരാൾ വടകരയിലെ സ്ഥാനാർത്ഥിയാകാൻ സമ്മതിക്കേണ്ടി വരുന്ന അനിതര സാധാരണമായ സാഹചര്യം 2 തവണയായി സിറ്റിംഗ് സീറ്റായി UDF കൊണ്ടു നടക്കുന്ന വടകരയിൽ എങ്ങനെ സംഭവിച്ചു? ഇത് അങ്ങനെയൊന്നും ഉണ്ടായില്ല നികേഷ്, അങ്ങനെയൊന്നും അല്ല. നികേഷ് ഇപ്പൊ പറഞ്ഞ പോലെ മുരളീധരൻ വയനാട്ടിലേക്കൊരു അപേക്ഷ കൊടുത്തിരുന്നു എന്നും വയനാട് ഇല്ലെങ്കിൽ താൻ ഇല്ലെന്ന് പറഞ്ഞിരുന്നു എന്നും എന്നൊക്കെയുള്ളത് ഞാൻ മാധ്യമത്തിലൂടെയൊന്നും ഒരു മാധ്യമത്തിലും ഞാൻ കണ്ടിട്ടില്ല. ഞാൻ വായിക്കാത്ത പത്രങ്ങളൊക്കെ ധാരാളം ഉണ്ട് കേട്ടോ. എല്ലാ പത്രങ്ങളൊന്നും വായിക്കാനുള്ള അവസരം എനിക്കില്ല. എന്നാൽ ഞാനൊരു മാധ്യമത്തിലും കണ്ടില്ല, ഒരു മാധ്യമത്തിലെ ചർച്ചയിലും വന്നിട്ടില്ല. അങ്ങനെയൊക്കെ ഇരിക്കും. താങ്കൾ ഒരു പക്ഷേ ഏതെങ്കിലും കാര്യത്തിൽ അതിന്റെ അല്ല, ഞാൻ പറയുന്നത് എന്നെ സംബന്ധിച്ചിടത്തോളമുള്ള വ്യക്തിപരമായ അറിവുള്ള കാര്യങ്ങൾ മാത്രമാണ്. അതുകൊണ്ടാണ് ഞാൻ പറഞ്ഞത്, അദ്ദേഹത്തിന് അവസാനം കണ്ടുവെച്ച ഒരു സ്ഥാനാർത്ഥി എന്നുള്ളതിൽ അദ്ദേഹത്തോട് ചോദിച്ചു, സമ്മതിച്ചു. ആ സമ്മതിച്ചു എന്നുള്ളൊരു പരാമർശത്തെ അത് വൃക്കയോട് ഉപമിക്കുന്നത്, വൃക്ക പോലെ പരമപ്രധാനം തന്നെയാണ് ഞങ്ങളെ കോൺഗ്രസ് പാർട്ടിക്ക് ശ്രീമാൻ കെ മുരളീധരൻ. ഹൃദയം പോലെ പരമപ്രധാനമാണ് ശ്രീമാൻ കെ മുരളീധരൻ. ഞങ്ങളെ സംബന്ധിച്ചിടത്തോളം ഒരു മനുഷ്യ ശരീരത്തിലെ മുഴുവൻ പ്രധാനപ്പെട്ട അവയവങ്ങൾക്കും തുല്യമായി മുരളീധരന് വേണ്ടി കരൾ കൊടുക്കാൻ തയ്യാറുള്ളവർ, മുരളീധരന് വേണ്ടി എന്തും ചെയ്യാൻ തയ്യാറുള്ള 100 കണക്കിന് പ്രവർത്തകന്മാരുള്ള ഒരു സംസ്ഥാനമാണ് കേരളം. അതുകൊണ്ട് അദ്ദേഹത്തിനെ ഏത് തരത്തിൽ ഉപമിച്ചാലും ഞങ്ങൾക്ക് അഭിമാനം മാത്രമേ ഉള്ളൂ. ശ്രീ മുരളീധരൻ വടകരയിൽ വിജയശ്രീലാളിതനായി വരും എന്നുള്ളതാണ് കോൺഗ്രസ് പാർട്ടിക്ക് വേണ്ടി കോൺഗ്രസ് പാർട്ടിയുടെ ഒരു നേതാവ് എന്നുള്ള നിലയിൽ താങ്കൾക്ക് ആത്മവിശ്വാസം ഉണ്ടെങ്കിൽ മാത്രമേ നമുക്ക് ചർച്ച പോലും മുന്നോട്ട് കൊണ്ടുപോകാൻ കഴിയൂ. പക്ഷെ സാധാരണഗതിയിൽ ഇന്നിപ്പോൾ മുല്ലപ്പള്ളി രാമചന്ദ്രന്റെ വാചകം ഞാൻ ഇവിടെ എഴുതി വെച്ചിട്ടുണ്ട്. എന്താണ്? മുരളീധരൻ വടകരയിൽ മത്സരിക്കാൻ സമ്മതിച്ചു എന്നാണ്. സാധാരണഗതിയിൽ ഈ സമ്മതിച്ചു എന്നൊക്കെ പറയുന്നത് ഇന്നയാൾക്ക് വേണ്ടി വൃക്ക കൊടുക്കാൻ സമ്മതിച്ചു എന്നൊക്കെ പറയുന്നത് പോലെയാണ്, അല്ലെങ്കിൽ ഇന്നയാൾക്ക് വേണ്ടി കരൾ കൊടുക്കാൻ സമ്മതിച്ചു എന്ന് പറയുന്നത് പോലെയാണ്. അതൊരു വലിയ ഔദാര്യമാണല്ലോ, ഒരു ബലിയാടാവലാണല്ലോ. വേണമെങ്കിൽ മരണം വരെ സംഭവിക്കാം എന്നുള്ള ആ ഒരു മുന്നറിയിപ്പിൻ്റെ പശ്ചാത്തലത്തിലാണ് വൃക്ക കൊടുക്കാനോ അല്ലെങ്കിൽ കരൾ കൊടുക്കാനോ നമ്മൾ സമ്മതിക്കുന്നത്. മെഡിക്കലായി ചിലപ്പോൾ തെറ്റായിരിക്കും ഞാൻ പറയുന്നത്, പക്ഷേ എങ്കിൽ പോലും അതിന് കൊഴുപ്പ് കൂട്ടാൻ വേണ്ടി ഞാൻ പറഞ്ഞതാണ്. ആ നിലയിലാണ് സാധാരണഗതിയിൽ സമ്മതിച്ചു എന്ന് പറയാറുള്ളത്. അഡ്വക്കേറ്റ് സുരേഷ് ബാബു, വേറൊരു കാര്യം, താങ്കൾ നേരത്തെ പറഞ്ഞു വയനാട്ടിൽ മുരളീധരൻ സീറ്റ് ചോദിച്ചിട്ടില്ല എന്ന്. ഞാൻ സംസാരിച്ച കോൺഗ്രസ് നേതാക്കൾ അവരെല്ലാം പറഞ്ഞിരുന്നത് വയനാട്ടിൽ മുരളീധരൻ സീറ്റ് ചോദിച്ചുവെങ്കിൽ പോലും ഞങ്ങൾ കൊടുക്കാതിരുന്നതിൻ്റെ അല്ലെങ്കിൽ മുരളീധരനെ പരിഗണിക്കാതിരുന്നതിൻ്റെ കാരണം എന്ന് പറയുന്നത് വട്ടിയൂർക്കാവ് നിയമസഭാ മണ്ഡലത്തിൽ ഉപതെരഞ്ഞെടുപ്പ് ഉണ്ടാകും. അപ്പോൾ ഉപതെരഞ്ഞെടുപ്പ് ഉണ്ടായാൽ കുമ്മനം രാജശേഖരൻ ഇനി അഥവാ തിരുവനന്തപുരത്ത് തോൽക്കുകയാണ് എങ്കിൽ കുമ്മനം രാജശേഖരൻ വീണ്ടും വട്ടിയൂർക്കാവ് മത്സരിക്കും. അത് ഇന്നത്തെ നിലയിൽ ഉറപ്പില്ലാത്ത മണ്ഡലമാണ്. അതുകൊണ്ടാണ് ഞങ്ങൾ മുരളീധരനെ വയനാട് പരീക്ഷിക്കാതിരുന്നത്. ഇനി വോട്ടിൻ്റെ കണക്ക് വേണമെങ്കിൽ അതും ഞാനിവിടെ എഴുതി വെച്ചിട്ടുണ്ട്. വട്ടിയൂർക്കാവിൽ എങ്ങനെയാണ് ചെറിയാൻ ഫിലിപ്പിനെ തോൽപ്പിച്ചത്, എങ്ങനെയാണ് 2016 കുമ്മനം രാജശേഖരനെ മുരളി തോൽപ്പിച്ചത് എന്നതിൻ്റെ വോട്ടിൻ്റെ കണക്ക് നോക്കുമ്പോൾ കൃത്യമായി BJP അവിടെ തങ്ങളുടെ ആധിപത്യം ഉറപ്പിക്കുന്നു എന്നാണ്. ആ റിസ്ക് ഒന്നും നിങ്ങൾക്ക് ബാധകമല്ല എന്നാണല്ലോ ഈ പറയുന്ന ഇൻസെൻസിറ്റീവ് എന്ന് വിളിക്കാവുന്ന തീരുമാനത്തിൽ നിന്ന് മനസ്സിലാക്കേണ്ടത്. എന്റെ മുമ്പിൽ അങ്ങനെ ഒരു പരാമർശമില്ല, ഞാനത് അറിഞ്ഞിട്ടുമില്ല. മുരളീധരനെ അവിടെ സ്ഥാനാർത്ഥിയാക്കാൻ ആഗ്രഹിച്ചുവെന്നും ചെയ്യാതിരിക്കുന്നതിന്റെ കാരണം വട്ടിയൂർക്കാവ് നഷ്ടപ്പെടുമെന്നുള്ളതൊക്കെയാണെന്നുള്ളത് അത് ശ്രീ നികേഷുമായുള്ള ഒരു 1-to-1 ചർച്ചയിൽ ആരെങ്കിലും പറഞ്ഞിട്ടുണ്ടെങ്കിൽ അവരിൽ നിന്ന് തന്നെ വിശദീകരണം തേടുക എന്നുള്ളത് മാത്രമേ എനിക്ക് ആ കാര്യത്തിൽ പറയാനുള്ളൂ.
കോൺഗ്രസിന്റെ ഔദ്യോഗികമായ നിലവിലും അല്ലെങ്കിൽ ഒരു തലത്തിലുമുള്ള ആളുകൾ അങ്ങനെ ഒരു അഭിപ്രായം പറഞ്ഞതായി എനിക്ക് തോന്നിയിട്ടില്ല. ഞാൻ എൻ്റെ മുമ്പിലില്ല. അത് ഒരു എക്സ്ക്ലൂസീവ് നോളജ് നിങ്ങൾ തമ്മിലുള്ളത് അത് എക്സ്ക്ലൂസീവായിട്ട് തന്നെ സൂക്ഷിക്കുന്നതായിരിക്കും ഉചിതം എന്നാണ് എൻ്റെ അഭിപ്രായം. നമ്മളിപ്പോൾ സാധാരണഗതിയിൽ ശ്രീ സുരേഷ് ബാബു പല നേതാക്കന്മാരുമായിട്ടും ആശയവിനിമയം നടത്തുമല്ലോ. ആ പേരുകൾ നമ്മൾ ഉപയോഗിക്കാതിരുന്നാൽ മതി, ആശയം നമുക്ക് ഉപയോഗിക്കാം. അതാണ് ഞാൻ ഉന്നയിച്ചത്. ദയവായി തുടരുക. CPM സംസ്ഥാന സമിതി അംഗം എൻ ഷംസീർ ടെലിഫോൺ ലൈനിലുണ്ട്. ശ്രീ എൻ ഷംസീർ, കെ മുരളീധരൻ വരുന്നതോടുകൂടി പോരാട്ടത്തിൻ്റെ ഒരു സ്വഭാവം തന്നെ മാറുകയാണ്, ബലാബലം ഉണ്ടായിരിക്കുകയാണ്. വടകരയിൽ നോക്കൂ, വടകരയിൽ എങ്ങനെയാണ് വടകര CPIM-ന് നഷ്ടപ്പെട്ടത്? TP ചന്ദ്രശേഖരൻ വധം കേരളത്തിലെ ഏറ്റവും കൂടുതൽ ഭൂരിപക്ഷം CPM-ന് നൽകിയ റെക്കോർഡിട്ട ലോക്സഭാ മണ്ഡലമാണ്. അവിടെ താങ്കൾ അടക്കമുള്ളവർ പരാജയപ്പെടാനുള്ള കാരണം TP ചന്ദ്രശേഖരൻ്റെ വധമാണ്. ഇവിടെ TP ചന്ദ്രശേഖരൻ്റെ വധത്തിൽ TP ചന്ദ്രശേഖരൻ്റെ പാർട്ടിയായ RMP ആക്ഷേപം ഉന്നയിച്ച ആൾ തന്നെ ഇപ്പോൾ മത്സരിക്കാൻ എത്തുന്നു എന്നുള്ളത് പ്രധാനപ്പെട്ട ഒരു കാര്യമായി ഈ തെരഞ്ഞെടുപ്പിൽ വരുന്നു. അതുകൊണ്ട് വളരെ ശ്രദ്ധയോടുകൂടിയുള്ള ഒരു സ്ഥാനാർത്ഥി നിർണയമാണ് UDF ഇത്തവണ നടത്തിയിട്ടുള്ളത്. ആ സ്ഥാനാർത്ഥി നിർണയത്തിലൂടെ യഥാർത്ഥത്തിൽ ഈ രണ്ട് തെരഞ്ഞെടുപ്പിൽ എങ്ങനെയാണോ LDF തോറ്റത് അത് കുറെ കൂടി വലിയ നിലയിൽ പ്രചരിപ്പിച്ചുകൊണ്ട് തോൽപ്പിക്കാനുള്ള ഒരുക്കം കൂട്ടുകയാണ് UDF എന്നുള്ളത് നിങ്ങളെ വലിയ നിലയിൽ പരിഭ്രാന്തരാക്കുന്നുണ്ടോ ശ്രീ ഷംസീർ? ഞങ്ങൾക്കൊരു പരിഭ്രാന്തിയുമില്ല. ഞങ്ങൾ തെരഞ്ഞെടുപ്പ് പ്രവർത്തനത്തിൽ ബഹുദൂരം മുന്നോട്ട് പോയി. ഞങ്ങളുടെ സ്ഥാനാർത്ഥി പര്യടനം 2 റൗണ്ട് പൂർത്തിയായി. ഞങ്ങളുടെ പ്രചരണത്തിലും ബഹുദൂരം മുന്നോട്ട് വന്നിരിക്കുകയാണ്. ഞങ്ങൾക്കറിയാമല്ലോ UDF-ന് സ്ഥാനാർത്ഥി ഇവിടെ ഉണ്ടാകും. UDF ഒരുപക്ഷെ മഹാസഖ്യം ഉണ്ടാക്കും. ഈ മഹാസഖ്യത്തെയും UDF-ന്റെ സ്ഥാനാർത്ഥിയെയും അതിജീവിക്കാനുള്ള കരുത്ത് ഇടതുപക്ഷത്തിന് വടകരയിലുണ്ട്. 2014 നിങ്ങൾ പറഞ്ഞു എന്റെ തോൽവി എന്നെ ചതിച്ചു വീഴ്ത്തിയതാണ്. ഒരു തെരഞ്ഞെടുപ്പിൽ എന്തെല്ലാം ചതിപ്രയോഗങ്ങൾ നടത്താം, വർഗീയത പോലും കോൺഗ്രസ് പോലുള്ള ഒരു മതേതര പ്രസ്ഥാനത്തിൽ നിന്നും ആരും പ്രതീക്ഷിക്കാത്ത രീതിയിലുള്ള വർഗീയ കാർഡ് പോലും എനിക്കെതിരെ വടകരയിൽ പ്രയോഗിച്ചിട്ടുണ്ട്. എന്നിട്ടും നാരോ എസ്കേപ്പ് ആയിരുന്നു മുല്ലപ്പള്ളിക്കുണ്ടായത്. ഷംസീർ ഒന്ന് ഇടപെടുകയാണ്. നോക്കൂ ഷംസീർ, ശരിയാണ്, വളരെ നാരോ വോട്ടിനാണ് പരാജയപ്പെട്ടത്. പക്ഷേ അവിടെ ചരിത്രത്തിലെ ഏറ്റവും വലിയ ഭൂരിപക്ഷം കിട്ടി CPM ജയിച്ചുകൊണ്ടിരുന്ന മണ്ഡലത്തിലാണ് ഷംസീറിന് നാരോ മാർജിനിലാണെങ്കിലും പരാജയപ്പെടേണ്ടി വരുന്നത്. ഞാൻ പറയാം, വടകരയിൽ ഞങ്ങൾ തോറ്റു. വടകരയിലെ പല കോൺഫ്ലിക്റ്റ് ഉണ്ടല്ലോ, പല ഫാക്ടേഴ്സ് ഉണ്ടല്ലോ. വടകരയിൽ ലോക് താന്ത്രിക് ജനതാദൾ ഒരു മുഖ്യ ഘടകമാണ്. പക്ഷെ ലോക് താന്ത്രിക് ജനതാദൾ ഇല്ലാതെയും ഞങ്ങൾ കഴിഞ്ഞ വർഷം ഏതാണ്ട് ജയത്തോട് അടുത്തെത്തിയപ്പോഴാണ് ഞങ്ങളെ ഈ രീതിയിൽ ചതിച്ചു വീഴ്ത്തിയത്. ഇത്തവണ ലോക് താന്ത്രിക് ജനതാദൾ ഞങ്ങളുടെ മുന്നണിയുടെ ഭാഗമാണ്. അതുപോലെ ഞങ്ങളുടെ സ്ഥാനാർത്ഥി പ്രവർത്തകർ വലിയ ആവേശത്തിൽ സ്ഥാനാർത്ഥി ഏറ്റെടുത്തിരിക്കുന്നു. അദ്ദേഹം ഇരയാണ്, RSS ഫാസിസ്റ്റുകളുടെ കടന്നാക്രമണത്തിന്റെ ഇരയാണ്. അപ്പൊ സ്വാഭാവികമായും ഫാസിസത്തെ പ്രതിരോധിക്കാൻ, അതാണല്ലോ പറയുന്നത്, RSS-ന്റെ BJP-യുടെ ഭീഷണിയെ പ്രതിരോധിക്കാൻ കോൺഗ്രസ് എന്നല്ല അവർ പ്രചരിപ്പിക്കുന്നത്. BJP-യുടെ ഫാസിസത്തെ പ്രതിരോധിക്കാൻ ഏറ്റവും ശക്തനായ, അവർക്കെതിരെ ശക്തമായി ശബ്ദിക്കാൻ സാധിക്കുന്ന വ്യക്തി തന്നെയാണ് സഖാവ് P. ജയരാജൻ. ശരിയാണ്. ശ്രീ ഷംസീർ, താങ്കളുടെ ആ വാദം ഞാൻ അംഗീകരിക്കുന്നു. അത് CPM-ന്റെ വാദമാണ്. CPM ആ വാദം ഉന്നയിച്ചിട്ടായിരിക്കും ഈ ഒരു എതിർവാദത്തെ തോൽപ്പിക്കാൻ ഐഡിയോളജിക്കലി ശ്രമിക്കുക, അല്ലെങ്കിൽ രാഷ്ട്രീയത്തിൽ ആ നിലയിലുള്ള ഒരു വാദമാണ് നിങ്ങൾ ഉന്നയിച്ച് മുന്നോട്ട് പോവുക. പക്ഷേ എൻ്റെ ചോദ്യം ഇതാണ്, കൃത്യമായി താങ്കൾക്ക് മനസ്സിലായിട്ടുണ്ടാവുമല്ലോ, ഈ രണ്ട് കേരള ചരിത്രത്തിലെ ഏറ്റവും വലിയ ഭൂരിപക്ഷത്തിൽ വടകര CPIM ജയിച്ചുകൊണ്ടിരുന്ന മണ്ഡലമാണ്. അങ്ങനെയുള്ള മണ്ഡലത്തിൽ ഈ കഴിഞ്ഞ 2 തെരഞ്ഞെടുപ്പുകളിൽ മുല്ലപ്പള്ളി രാമചന്ദ്രന് വിജയമുണ്ടായത് TP ചന്ദ്രശേഖരൻ്റെ വധം ഉള്ളതുകൊണ്ടാണ്. അത് ആ സമയത്ത് RMP രൂപീകൃതമായി. TP ചന്ദ്രശേഖരൻ്റെ വധത്തിൽ CPM-നോട് എതിർപ്പുള്ളവർ എതിർ വോട്ട് ചെയ്തു. അങ്ങനെ RMP ആക്ഷേപം ഉന്നയിക്കുന്ന ആൾ തന്നെ ഇത്തവണ തെരഞ്ഞെടുപ്പിൽ CPM-ന്റെ സ്ഥാനാർത്ഥിയായി മത്സരിക്കുന്നു. ഇനി ഞാൻ വേറൊരു രീതിയിൽ ചോദ്യം റീഡ്രാഫ്റ്റ് ചെയ്യാം. നോക്കൂ, 1.5 ആഴ്ച മുമ്പ് തന്നെ CPIM സ്വന്തം സ്ഥാനാർത്ഥികളെ പ്രഖ്യാപിക്കുന്നു, അല്ലെങ്കിൽ ഇടതുപക്ഷ ജനാധിപത്യ മുന്നണി സ്വന്തം സ്ഥാനാർത്ഥികളെ പ്രഖ്യാപിക്കുന്നു. ഈ 1.5 ആഴ്ച സമയം കോൺഗ്രസ്സിന് അതിൻ്റെ വരായികൾ പരിശോധിക്കുന്നത്, സാധാരണഗതിയിൽ കോൺഗ്രസിൻ്റെ സീറ്റ് നിർണയം ഉണ്ടാകുമ്പോൾ എന്തൊക്കെയാണ് സംഭവിക്കുക? വലിയ നിലയിലുള്ള പൊട്ടിത്തെറി ഉണ്ടാകും. ഗ്രൂപ്പുകൾ അവരുടെ താല്പര്യം മാത്രം നോക്കും, പാർട്ടിയുടെ താല്പര്യം അവിടെ ഒന്നും ഉയർന്നു വരാറില്ല. ഇതിപ്പോൾ 1.5 ആഴ്ച മുമ്പ് ഇടതുപക്ഷ ജനാധിപത്യ മുന്നണി സീറ്റ് നിർണയം പൂർത്തിയാക്കിയപ്പോൾ കോൺഗ്രസിനെ സംബന്ധിച്ചിടത്തോളം അതിൻ്റെ ബാക്കി എല്ലാ ഉൾപ്പോരും മറന്നുകൊണ്ട്, ബാക്കി എല്ലാ അഭിപ്രായ വ്യത്യാസവും മറന്നുകൊണ്ട് കൃത്യമായ ഒരു സീറ്റ് നിർണയം നടത്താൻ കഴിഞ്ഞു. CPM-ന്റെ സംസ്ഥാന സമിതി അംഗമാണല്ലോ ശ്രീ എൻ ഷംസീർ താങ്കൾ. നോക്കൂ, ഒരു 2 മുന്നണികൾ തമ്മിൽ നേരിട്ട് മത്സരിക്കുന്ന ഒരു തെരഞ്ഞെടുപ്പിൽ ഒരു മുന്നണി മാത്രം വളരെ നേരത്തെ സ്ഥാനാർത്ഥിയെ പ്രഖ്യാപിക്കുന്നത്
വേണ്ടത്ര ഫലവത്താകുന്നില്ല, അല്ലെങ്കിൽ ഈ തെരഞ്ഞെടുപ്പിലെങ്കിലും അത് തിരിച്ചടിയായി എന്നുള്ളൊരു വിലയിരുത്തലുണ്ടോ? വടകര മാത്രം ഉദാഹരണം എടുക്കുക. വടകര മാത്രമല്ല, വടകരയും എറണാകുളവും എടുത്താൽ, ഞാൻ ചോദ്യം നീട്ടുന്നില്ല, താങ്കൾക്ക് അർത്ഥം മനസ്സിലായിട്ടുണ്ടെങ്കിൽ പറയാം. അതിൽ നിങ്ങളുടെ ചോദ്യത്തിന്റെ ചില ഭാഗങ്ങൾ വ്യക്തമല്ല, ടെക്നിക്കൽ പ്രോബ്ലം കൊണ്ടായിരിക്കാം. പക്ഷെ ഞങ്ങൾ ഒരു കാര്യം ഉറപ്പിച്ചു പറയുന്നു, ഞങ്ങൾ ഇടതുപക്ഷത്തിന്റെ പ്രവർത്തകർ വലിയ ആത്മവിശ്വാസത്തിലാണ്. ഞങ്ങൾ ഇത്തവണ 2019 മെയ് 23 വടകരയിലെ ഇടതുപക്ഷത്തിന്റെ പ്രവർത്തകർ ആവേശത്തിലും സന്തോഷത്തിലുമായിരിക്കും. ഇടതുപക്ഷം വളരെ കംഫർട്ടബിൾ മാർജിനിൽ ലോക്സഭാ സെഗ്മെന്റിൽ തിരിച്ചുപിടിച്ചിരിക്കുന്ന വാർത്തയാണ്. കഴിഞ്ഞ തവണ ഞാൻ പറഞ്ഞല്ലോ, ഏറ്റവും പ്രതികൂലമായ കാലാവസ്ഥ ഉണ്ടായിരുന്ന കഴിഞ്ഞ പാർലമെന്റ് ഇലക്ഷനിലാണ്, അതായത് TP കൊലപാതകത്തിന്റെ പശ്ചാത്തലത്തിൽ. അതിൽ ഞങ്ങൾ ചെറിയ ഭൂരിപക്ഷത്തിനാണ് പരാജയപ്പെട്ടത്. അന്ന് ഞങ്ങൾക്കെതിരായി ഒരുപാട് ഘടകങ്ങൾ ഉണ്ടായിരുന്നെങ്കിൽ ഇന്ന് ആ പല ഘടകങ്ങളും ഞങ്ങൾ പരിഹരിച്ചിട്ടുണ്ട്. അതുകൊണ്ട് തന്നെ ഞങ്ങളുടെ പാർട്ടി നല്ല രീതിയിൽ പ്രവർത്തകർ ആവേശപൂർവ്വ പ്രവർത്തനം ഏറ്റെടുത്തിട്ടുണ്ട്. അതുകൊണ്ട് നല്ല ഭൂരിപക്ഷത്തിൽ വടകര ലോക്സഭയിൽ നിന്നും പി ജയരാജൻ. ഞാൻ മടങ്ങിയെത്താം. ശ്രീ ശംസീർ, ദയവായി കുറച്ചു സമയം കൂടി താങ്കൾ ടെലിഫോൺ ലൈനിൽ തുടരണമെന്ന് അഭ്യർത്ഥിക്കുകയാണ്. ശ്രീ എ സജീവൻ, ആ ചോദ്യം താങ്കളോട്. നോക്കൂ, 1.5 ആഴ്ച മുമ്പ് LDFന്റെ സ്ഥാനാർത്ഥി നിർണയം ഉണ്ടായപ്പോൾ CPM-ഉം LDF-ഉം മാത്രമല്ല, മാധ്യമങ്ങളാകെ പറഞ്ഞു, നോക്കൂ ഇവർക്ക് വലിയ നിലയിൽ മുന്നേറാൻ സാധിച്ചിരിക്കുന്നു, 1ാം റൗണ്ടിലെ വിജയം LDF-നായി എന്ന് അങ്ങനെ പലരും പറഞ്ഞിട്ടുണ്ടാവും, അല്ലെങ്കിൽ പറയുന്ന രീതിയിൽ നമ്മുടെയൊക്കെ മനസ്സിലുണ്ടായിരുന്നു. വളരെയധികം പ്രചരണത്തിൽ മുന്നോട്ട് പോകാൻ LDF-ന് സാധിച്ചില്ലേ എന്ന്. സാധാരണഗതിയിൽ, ഞാൻ നേരത്തെ ഷംസീറിനോട് ചോദിച്ച ചോദ്യം ആവർത്തിക്കുന്നു, സാധാരണഗതിയിൽ UDF-ന്റെ സ്ഥാനാർത്ഥി നിർണയത്തിൽ വലിയ നിലയിൽ പൊട്ടിത്തെറി ഉണ്ടാവും, അഭിപ്രായ വ്യത്യാസം ഉണ്ടാവും, ഗ്രൂപ്പിസം മാത്രമായിരിക്കും അവരുടെ ഏക പരിഗണനാ വിഷയം. ഈ തെരഞ്ഞെടുപ്പിലെ 2 മണ്ഡലങ്ങൾ എടുക്കുക, 1 വടകര, 2 എറണാകുളം. KV തോമസ് എന്ന് പറയുന്ന സീനിയറെ വെട്ടുക എന്നുള്ളത് കോൺഗ്രസിനെ സംബന്ധിച്ചിടത്തോളം നമുക്ക് ആലോചിക്കാവുന്ന കാര്യമാണോ? 2009 ശ്രമിച്ചതല്ലേ ഇതേ ഹൈബി ഈഡൻ? നടന്നില്ലല്ലോ. അന്ന് KV തോമസിന് വിജയിക്കാനായി 10,000 വോട്ടിനാണ് അന്ന് SFIയുടെ സംസ്ഥാന പ്രസിഡന്റിനോട് KV തോമസ് ജയിച്ചത്. ഇത്തവണ അത് എളുപ്പത്തിൽ സാധിക്കുന്നു. എല്ലാവരും ഒന്നിച്ചു നിന്നു KV തോമസിനെ മാറ്റുന്ന കാര്യത്തിൽ. ഇനി വടകര എടുത്താൽ അതിനേക്കാൾ വലിയ ഉദാഹരണമാണ്. വടകരയിൽ ഏതെങ്കിലും പ്രവീൺ കുമാറോ അല്ലെങ്കിൽ വിദ്യാ ബാലകൃഷ്ണനോ ഒക്കെ ആയി മത്സരിച്ചു പോയേനെ. അവിടെ മുരളീധരനെ എത്തിക്കേണ്ടി വന്നു. മുരളീധരനെ എത്തിക്കാൻ വേണ്ടി സമുന്നതരായ നേതാക്കൾ ഒറ്റക്കെട്ടായി ശ്രമിച്ചു. അതുകൊണ്ട് ഇനി LDF ഈ വിഷയത്തിൽ നിന്ന് പഠിക്കേണ്ടത് അങ്ങനെ എടുത്തു ചാടി സ്മാർട്ടാവാൻ നോക്കുകയല്ല വേണ്ടത്. LDF-ഉം NDA-യും സ്ഥാനാർത്ഥിയെ നിശ്ചയിക്കുന്ന വെറുതെ സമയം കൊടുക്കരുത്. എതിരാളികൾക്ക് ആലോചിക്കാനും പിടിക്കാനും ഒന്നും സമയം കൊടുക്കരുത്. ആ പാഠം LDF-ന് ഈ തെരഞ്ഞെടുപ്പിൽ ഉണ്ടാവുന്നുണ്ടോ? അങ്ങനെ നമ്മൾ കണ്ടിട്ട് കാര്യമില്ല. കാരണം ഈ 2 മണ്ഡലങ്ങൾ, ഇപ്പോൾ നികേഷ് പറഞ്ഞ വടകരയും എറണാകുളവും, അവിടെ എറണാകുളത്തിൻ്റെ കാര്യം എടുക്കാം. KV തോമസിനെ 2 ഗ്രൂപ്പുകളും, ഇനി വേറെ 3ാമതൊരു ഗ്രൂപ്പുണ്ട്, ആ ഗ്രൂപ്പും പരമാവധി ശ്രമിച്ചിട്ട് പോലും ഇതുവരെ മാറ്റാൻ പറ്റിയിരുന്നില്ല. ഇത്തവണ KV തോമസിനെ മാറ്റാൻ കഴിഞ്ഞു. അതിനൊരു കാരണം താങ്കൾ പറഞ്ഞ പോലെ അവിടെ LDF-ന്റെ സ്ഥാനാർത്ഥി ശക്തനായിട്ടുള്ള ആളാണ്. അവിടെ പരാജയപ്പെടാനുള്ള സാധ്യത വളരെ കൂടുതലാണ് എന്നുള്ള കാര്യം കൊണ്ടാണ് KV തോമസിനെ മാറ്റാൻ ശ്രമിച്ചത്, ആ മാറ്റിയതും. പക്ഷെ ഇവിടെ ഒരു കാര്യമുണ്ട്. KV തോമസ് എന്ന ആള് വളരെ സന്തോഷത്തോട് കൂടിയിട്ട് ഞാൻ മാറിക്കൊടുക്കാന്ന് പറഞ്ഞില്ലല്ലോ, ശക്തമായ രൂപത്തിൽ പ്രതികരിച്ചു. ആ ശക്തമായ ശക്തമായി പ്രതികരിച്ചു എന്നേ ഉള്ളൂ. KV തോമസിനെ ഒപ്പം കൂട്ടാൻ മനുഷ്യ ജീവിയെ പോലും കോൺഗ്രസിൽ നിന്ന് കിട്ടിയില്ല. സാധാരണഗതിയിൽ അങ്ങനെയല്ലല്ലോ, ഒരാൾ പൊട്ടിത്തെറിക്കുമ്പോൾ അതിന്റെ അനുരണനങ്ങൾ ഗ്രൂപ്പിൽ നിന്ന് ഇങ്ങനെ അദ്ദേഹത്തിന് ഒപ്പം നിൽക്കാൻ നേതാക്കന്മാരുണ്ടായിട്ടില്ല. ഞാൻ പറയുന്നത് അദ്ദേഹം മറ്റു രീതിയിൽ പ്രവർത്തിക്കുമോ എന്നുള്ള പ്രശ്നമുണ്ട്. ഇനി അവിടുത്തെ വടകരയുടെ കാര്യത്തിൽ പറയാം. വടകരയുടെ ഒരു കാര്യം എന്ന് പറയുന്നത്, ഏതൊരു സ്ഥാനാർത്ഥിയെ വെച്ചാലും അവിടെ കുറെ കൂടി ശക്തനായ സ്ഥാനാർത്ഥി, ഒരുപക്ഷെ മുല്ലപ്പള്ളി രാമചന്ദ്രൻ തന്നെ വീണ്ടും മത്സരിക്കാനുള്ള സാധ്യതയുണ്ടായിരുന്നു. ഇവിടെ പി ജയരാജനാണ് എന്നറിയുന്നതുകൊണ്ട് പിന്മാറുന്നു പല ആളുകളും, മുല്ലപ്പള്ളി ഉൾപ്പെടെ. ഇന്നലെ വരെ അദ്ദേഹം പറഞ്ഞ് ഞാൻ മത്സരിക്കുന്നില്ലാണ്. അങ്ങനെയാണ് വിദ്യാ ബാലകൃഷ്ണന്റെയും പ്രവീൺ കുമാറിൻ്റെയൊക്കെ പേര് വരുന്നത്. എന്നാൽ പിന്നെ തോറ്റു കൊടുത്തേക്കാം എന്നൊരു സ്ഥിതി വന്നത് ഈ 2 ആളുകളുടെ പേര് കൊണ്ടാണ്. ഇവിടെ എന്തുകൊണ്ടാണ് കെ മുരളീധരൻ സ്ഥാനാർത്ഥിയായത്? ഇപ്പം എല്ലാവരും പറയും ഞങ്ങൾക്ക് ഏറ്റവും പ്രിയപ്പെട്ട ആളാണ്, വൃക്ക പോലെയാണെന്നൊക്കെ പറയുന്നു. പക്ഷേ എനിക്കറിയാവുന്നിടത്തോളം ഉള്ള കാര്യം വെച്ചുകൊണ്ട് ഞാൻ പൂർണ്ണമായിട്ടും വിശ്വസിക്കുകയും ചെയ്യുന്നു. മുസ്ലിം ലീഗിന്റെ കടുത്ത സമ്മർദ്ദത്തിന്റെ കാര്യം കൊണ്ട് മാത്രമാണ് അവിടെ മുരളീധരൻ സ്ഥാനാർത്ഥിയായിട്ട് വന്നിട്ടുള്ളത്. അവിടെ മുല്ലപ്പള്ളി രാമചന്ദ്രൻ മത്സരിക്കുന്നില്ലെങ്കിൽ മുരളീധരനെ മത്സരിപ്പിക്കണം. ചോദ്യത്തിന്റെ ബാക്കിയാണ് അവിടെ മുസ്ലിം ലീഗ് ആയിക്കൊള്ളട്ടെ, KK രമ ആയിക്കൊള്ളട്ടെ, കോൺഗ്രസിന്റെ
ഇത്തവണ രമയുടെ കാര്യത്തിൽ അല്ലെങ്കിൽ RMPയുടെ കാര്യത്തിൽ കോൺഗ്രസിൻ്റെ കൈപ്പത്തി ചിഹ്നത്തിൽ വോട്ട് ചെയ്യുന്നു എന്ന് മാത്രമല്ല, കോൺഗ്രസിൻ്റെ സ്ഥാനാർത്ഥിയെ നിർണ്ണയിക്കുന്നതിൽ പോലും ഇപ്പോൾ KK രമയുടെ പാർട്ടി RMPക്ക് വലിയ നിലയിൽ സ്വാധീനം ചെലുത്താനാകുന്നു എന്നുള്ളതാണ്. അപ്പോൾ ആ നിലയിൽ സ്വാധീനം ചെലുത്താൻ ഇവർക്ക് കഴിഞ്ഞത് എങ്ങനെയാണ്? ഈ കഴിഞ്ഞ ഒന്നര ആഴ്ചത്തെ പി ജയരാജൻ്റെ സ്ഥാനാർത്ഥിത്വം, അതിനെ തുടർന്ന് അദ്ദേഹം ഉണ്ടാക്കിയിട്ടുള്ള എഡ്ജ്, ആ എഡ്ജാണ് ഞാൻ പറയുന്നത്. ആ എഡ്ജ് യഥാർത്ഥത്തിൽ ഈ ഒരു ഇലക്ട്രൽ പൊളിറ്റിക്സിൽ അപകടമാണ്. എന്ന് പറയാൻ പറ്റില്ല. കാരണം നമ്മൾ കാണേണ്ടത് നേരത്തെ താങ്കൾ തന്നെ പറഞ്ഞ പോലെ 2009 മുല്ലപ്പള്ളി രാമചന്ദ്രൻ ജയിക്കുന്നത് TP ചന്ദ്രശേഖരൻ ജീവിച്ചിരിക്കുകയാണല്ലോ. TP ചന്ദ്രശേഖരനാണ് മത്സരിച്ച് സ്ഥാനാർത്ഥിയായിട്ട് RMPയുടെ സ്ഥാനാർത്ഥിയായിട്ട് മത്സരിച്ച ഘട്ടത്തിൽ പോലും അദ്ദേഹത്തിന് അവിടെ വിജയിക്കാൻ പറ്റും. 56,000-ലേറെ വോട്ടിൻ്റെ ഭൂരിപക്ഷമാണ് കിട്ടിയത്. 2014 മുല്ലപ്പള്ളി രാമചന്ദ്രൻ മത്സരിക്കുന്ന സമയത്ത് അദ്ദേഹം 3,306 വോട്ടിനാണ് ഷംസീറിനോട് ജയിച്ചത്. ആ സമയത്ത് TP ചന്ദ്രശേഖരൻ കൊല്ലപ്പെട്ട അവസ്ഥയാണ്. 51 വെട്ട്. നമ്മൾ കേരളത്തിലെ മുഴുവൻ മനുഷ്യത്വമുള്ള ആളുകളും അതിനിശ്ചിതമായിട്ട് വിമർശിച്ച ഒരു കൊലപാതകമാണല്ലോ TP ചന്ദ്രശേഖരൻ്റെത്. അത് കുറച്ച് കഴിഞ്ഞപ്പോൾ നടന്ന തെരഞ്ഞെടുപ്പിൽ 53,000-ലേറെ വോട്ടിൻ്റെ നഷ്ടമാണ് അവിടെ UDFനുണ്ടായത്. അങ്ങനെ ഒരു അവസരത്തിൽ ഇപ്പോൾ ഇനി വീണ്ടും RMP അല്ലാതായിട്ട് ഒരു പിന്തുണ കൊടുക്കുമ്പോൾ നമുക്ക് അവിടെയുള്ള മണ്ഡലത്തെക്കുറിച്ച് അറിയാം. അവിടെ എന്തുകൊണ്ടാണ് RMP രൂപീകരിച്ചത്? അവിടെ പോലും ആ RMP ഏറാമല പഞ്ചായത്ത് പ്രസിഡന്റ് സ്ഥാനം മാറ്റിയിട്ട് വീരേന്ദ്രകുമാറിൻ്റെ പാർട്ടിക്ക് കൊടുക്കുന്നതിൻ്റെ അഴിയൂരുമായിട്ട് വെച്ച് മാറ്റത്തിൻ്റെ പേരുള്ള CPMകാരുടെ ആ അതിര് കവിഞ്ഞ രാഷ്ട്രീയ ബോധത്തിൻ്റെ ഭാഗമായിട്ടാണ് അവിടെ RMP രൂപീകരണം ഉണ്ടായത്. അതിൻ്റെ ഭാഗമായിട്ടാണ് തിരിച്ചടിയെന്ന് 2009 അവർ കൊടുത്തത്. അതേപോലെയല്ല ഇപ്പോൾ RMP പോലും ഇല്ലാതായിട്ട് UDFൻ്റെ ഭാഗമാകുമ്പോൾ സ്വാഭാവികമായിട്ടും ഉണ്ടാവാൻ സാധ്യതയുള്ളത് അവിടെ ദുർബലമാകുന്ന ഒരവസ്ഥ ആയിരിക്കുമെന്നാണ് ഞാൻ വിചാരിക്കുന്നത്. അതാണ് താങ്കളുടെ അക്കാര്യത്തിലുള്ള വിലയിരുത്തൽ. ദയവായി തുടരുക ശ്രീ എസ് സജീവൻ. ശ്രീ PM വേലായുധൻ, വടകരയിൽ K മുരളീധരനും P ജയരാജനും തമ്മിലാണ് ഏറ്റുമുട്ടൽ. നിങ്ങൾ ആർക്കാണ് വോട്ട് ചെയ്യുക? നമുക്ക് സ്ഥാനാർത്ഥി ഉണ്ടല്ലോ അവിടെ. ആരാണ് സ്ഥാനാർത്ഥി? ഞങ്ങളുടെ സ്ഥാനാർത്ഥികളെ ഔദ്യോഗികമായി കേന്ദ്ര സമിതി പാർലമെൻ്ററി കമ്മിറ്റി നാളെ രാവിലെ നേരം വെളുത്താൽ നിങ്ങൾക്കറിയാം അത് നിങ്ങളുടെ ഭാഷ്യം. നാളെ ആരൊക്കെ എവിടെയൊക്കെ സ്വാഭാവികമാണ്. ഇതിപ്പോൾ കേരളത്തിലെ മൂന്നാം ഘട്ട തിരഞ്ഞെടുപ്പാണ് കേരളത്തിൽ വരുന്നത്. ഞങ്ങളെ സംബന്ധിച്ച് ഞങ്ങൾക്ക് കൃത്യമായ ഒരു നേതൃത്വമുണ്ട്, ഒരു കേന്ദ്ര കമ്മിറ്റി ഉണ്ട്. ഓരോ മണ്ഡലങ്ങളിൽ നിന്നും ആരൊക്കെയാണ് എന്നുള്ള 1, 2, 3 ഇങ്ങനെ ലിസ്റ്റ് തയ്യാറാക്കി കേന്ദ്രത്തിന് അയച്ചിട്ടുണ്ട്. കേന്ദ്രത്തിൻ്റെ ഔദ്യോഗിക പ്രഖ്യാപനം ഇന്ന് രാത്രിയിലോ നാളെയോ ഉണ്ടാകും എന്നാണ് എൻ്റെ വിലയിരുത്തൽ. അങ്ങനെ വരുന്ന സമയത്ത് ആരാണ് വടകരയിൽ, ആരാണ് വയനാട് എന്നുള്ളതിൽ യാതൊരു തർക്കവും വേണ്ട. 75,000 വോട്ടാണ് 2014 BJPക്ക് വടകര മണ്ഡലത്തിൽ കിട്ടിയത്. അതിന് ഷംസീർ ഇപ്പോൾ ടെലിഫോൺ ലൈനിലില്ല എന്നാണ് എൻ്റെ തോന്നൽ. അങ്ങനെയാണെങ്കിൽ ഷംസീർ പറയും ആ തെരഞ്ഞെടുപ്പിൽ തന്നെ മറിച്ചുകുത്തി എന്നുള്ള. അതുകൊട്ടെ, ആ മറിച്ചുകുത്തൽ മാട്ടെ. ഈ 75,000 വോട്ട് PM വേലായുധൻ, ഞാൻ താങ്കൾ ഇനി പറയാവുന്ന ഭാഗം റെക്കോർഡ് ചെയ്തെടുക്കാൻ പോവുകയാണ്. ഈ 75,000 വോട്ട് 2019 നിങ്ങൾക്ക് കിട്ടുമെന്ന് ഉറപ്പാണോ? ഞങ്ങൾ 75,000 വോട്ടിൻ്റെ എണ്ണം വർദ്ധിപ്പിക്കാനല്ലല്ലോ നിൽക്കുന്നത്, ജയിക്കാനാണ്. ഞങ്ങളെ സംബന്ധിച്ച് റിയലിസ്റ്റിക് ചർച്ചയാണ് ഈ ദിവസം ഉദ്ദേശിക്കുന്നത്. ഇന്നത്തെ ദിവസം റിയലിസ്റ്റിക് ചർച്ചയാണ് ഉദ്ദേശിക്കുന്നത്. ശ്രീ PM വേലായുധൻ, എൻ്റെ ചോദ്യം വളരെ ഷാർപ്പാണ്. 75,000 വോട്ട് നിങ്ങൾക്ക് 2019 ഏപ്രിൽ 23 നടക്കുന്ന തെരഞ്ഞെടുപ്പിൽ ഉറപ്പുണ്ടോ? 2019 ഏപ്രിൽ 23 ഇലക്ഷൻ്റെ റിസൾട്ട് മെയ് മാസം 23 വരുമ്പോൾ കാണാം. അവിടെ ആരാണ് ജയിക്കുന്നത്, ആരാണ് തോൽക്കുന്നത് എന്ന് നമുക്ക് അപ്പോൾ കാണാം. ജനങ്ങളുടെ കയ്യിലിരിക്കുന്ന വോട്ട് ഇപ്പോഴും PM വേലായുധന് ഉറപ്പില്ല, പറയാൻ ഉദ്ദേശിക്കുന്നുമില്ല. അല്ല, തീർച്ചയായിട്ടും ഞങ്ങൾക്ക് സ്ഥാനാർത്ഥി ഉണ്ടാകും. ഞങ്ങൾ അവിടെ 2 മുന്നണിക്കും ബദലായി ശക്തമായി മത്സര രംഗത്ത് വരാവുന്ന. എൻ്റെ ചോദ്യം വളരെ കൃത്യമായിരുന്നു. 75,000 വോട്ടാണ് നിങ്ങൾക്ക് 2014 ലോക്സഭാ തെരഞ്ഞെടുപ്പിൽ കിട്ടിയത്. ആ 75,000 വോട്ട് 2019 ഉണ്ടാകുമെന്ന് ശ്രീ PM വേലായുധൻ താങ്കൾ പറയുകയാണെങ്കിൽ റെക്കോർഡ് ചെയ്ത് ഞാൻ മാറ്റി. പല സ്ഥലങ്ങളിലും 0 നിന്ന് കയറി വന്നാണ് ഈ കേരള രാഷ്ട്രീയത്തിലെ. ഇങ്ങനെ പറയൂ, ചില സമയത്ത് കൂടാം, ചില സമയത്ത് കുറയാം. അങ്ങനെയല്ല. എന്നെ സംബന്ധിച്ച് ഞാൻ കുറേ കാലം സ്ഥാനാർത്ഥിയായിരുന്നല്ലോ. ഞാൻ മത്സരിച്ച ഒരു സ്ഥലത്തും കിട്ടിയ വോട്ട് താഴെ പോയിട്ടുള്ള എൻ്റെ അനുഭവമാണ് ഞാൻ തെളിയിക്കുന്നത്.
ഞാൻ മത്സരിക്കുമ്പോൾ പല സ്ഥലങ്ങളിലും വളരെ കുറച്ച് വോട്ട് കിട്ടിയ സ്ഥലങ്ങളിൽ അതിനെ 2 ഇരട്ടിയും 3 ഇരട്ടിയും 4 ഇരട്ടിയുമായി വർദ്ധിപ്പിച്ച ഒരു അനുഭവമുള്ള ഒരു രാഷ്ട്രീയ പ്രവർത്തനം എന്ന നിലയ്ക്ക് ഞാൻ പറയുന്നു, വലിയ മാർജിനോടെ കേരള രാഷ്ട്രീയത്തിൽ ഭാരതീയ ജനതാ പാർട്ടി ഞാൻ കഴിഞ്ഞ പ്രേക്ഷകർക്ക് വിടുന്നു. കാരണം ഞാൻ ശ്രീ PM വേലായുധനോട് ചോദിച്ച ചോദ്യം 3 വട്ടം ആവർത്തിച്ചു. ശ്രീ PM വേലായുധൻ അതിന് മറുപടി പറയുന്നില്ല. ഇത്രയും മാത്രമേ അതിന് ഞാൻ എൻ്റെതായിട്ടുള്ളൊരു ടിപ്പണി കൊടുക്കുന്നുള്ളൂ. ഇനി ശ്രീ NC മോഹനൻ, ഒരു ചോദ്യം 3 പ്രാവശ്യം അല്ലാതെ എനിക്ക് അതിൽ കൂടുതൽ ചോദിക്കാൻ പറ്റില്ലല്ലോ. ശ്രീ NC മോഹനൻ, വടകരയിലേത് അക്രമ രാഷ്ട്രീയവും ജനാധിപത്യവും തമ്മിലുള്ള പോരാട്ടം എന്നാണ് ശ്രീ K മുരളീധരൻ ഇന്ന് തിരുവനന്തപുരത്ത് നിന്ന് വടകരയിലേക്ക് യാത്ര തിരിക്കുന്നതിന് മുമ്പ് പറഞ്ഞു. ഇല്ല, അദ്ദേഹം വടകരയിലേക്ക് ഇന്ന് യാത്ര ഇരിക്കുന്നില്ല, എന്തായാലും സ്ഥാനാർത്ഥിത്വം അറിഞ്ഞതിന് ശേഷം പറഞ്ഞത്. ഇങ്ങനെ ഒരു പോരാട്ടം അവിടെ ആവശ്യമുണ്ടായിരുന്നോ? നേരത്തെ ഷംസീറിനോട് ചോദ്യം താങ്കൾ കേട്ടതാണ്. നോക്കൂ, അതിനൊരു മറുപടി. RSSൻ്റെയും BJPയുടെയും അക്രമ രാഷ്ട്രീയത്തിൻ്റെ ജീവിച്ചിരിക്കുന്ന രക്തസാക്ഷിയാണ് സഖാവ് ജയരാജൻ. ദേശീയ രാഷ്ട്രീയത്തിൽ RSSും BJPയും ഉയർത്തിപ്പിടിക്കുന്ന ആക്രമണോത്സുകതയ്ക്ക് വന്യമായ രാഷ്ട്രീയത്തിൻ്റെ ഇരയായിട്ടുള്ള പി ജയരാജൻ തന്നെയാണ് വടകരയ്ക്ക് ഏറ്റവും അനുയോജ്യനായ സ്ഥാനാർത്ഥി. വടകരയിൽ BJPയുടെ സ്ഥാനാർത്ഥി വന്നാലും പരാജയപ്പെടും, കോൺഗ്രസിൻ്റെ K മുരളീധരനും പരാജയപ്പെടും. ആ പരാജയ ഭീതിയിൽ നിന്ന് മുരളീധരനും കോൺഗ്രസും ഏത് രൂപത്തിൽ വേണമെങ്കിലും ഇടപെടാം, വർത്തമാനം പറയാം. പക്ഷേ ശ്രീ NC മോഹനൻ, നോക്ക്, നമ്മൾ ഒരു ലോക്സഭാ തെരഞ്ഞെടുപ്പിലെയും സ്ഥാനാർത്ഥി നിർണയം സമീപകാലത്തെ എല്ലാ തെരഞ്ഞെടുപ്പുകളും എടുക്കുക, തദ്ദേശ ഭരണമാണെങ്കിലും നിയമസഭയാണെങ്കിലും ലോക്സഭയാണെങ്കിലും, ഇത്രയും പ്രിപ്പറേഷൻ കോൺഗ്രസ് UDF നടത്തിയതോ അല്ലെങ്കിൽ ഏതെങ്കിലും മുന്നണി നടത്തിയത് നമ്മൾ കണ്ടിട്ടില്ല. P ജയരാജൻ എന്ന് പറയുന്ന സ്ഥാനാർത്ഥി, അതും വടകര ലോക്സഭാ മണ്ഡലത്തിൽ ഉണ്ടാകുമ്പോൾ എതിർ സ്ഥാനാർത്ഥി ആരായിരിക്കണമെന്നത് സംബന്ധിച്ച് കൂലങ്കഷമായ ചർച്ചയാണ്. കോൺഗ്രസിന് ലഭിക്കാവുന്ന എല്ലാ ആളുകളുടെയും ലിസ്റ്റ് എടുത്തു. വടകരയിൽ ബിന്ദു കൃഷ്ണയെ പോലും പരിഗണിച്ചു എന്ന് പറയുമ്പോൾ കൊല്ലത്ത് നിന്ന് വരണം ബിന്ദു കൃഷ്ണ. അപ്പോൾ ആ നിലയിൽ സമ്മതിച്ചില്ല. അതെ, ആ ഒരു നിലയിൽ ഒരു തെരഞ്ഞെടുപ്പ് ആക്കി ഇതിനെ മാറ്റിയത് നിങ്ങളാണ്. അതിൻ്റെ പരാജയം ഉണ്ടാവുകയാണെങ്കിൽ അതിൻ്റെ ആഘാതം എന്തായിരിക്കും എന്നുള്ളതിനെ കുറിച്ച് നല്ല ബോധ്യമുണ്ടല്ലോ. പരാജയം പ്രതീക്ഷിച്ചത് കൊണ്ടാണ് കോൺഗ്രസിൻ്റെ തലയെടുപ്പുള്ള നേതാക്കളാരും ആ മണ്ഡലത്തിലേക്ക് പോകാൻ സന്നദ്ധരാകാതിരുന്നത്. ഒരു കാര്യം നോക്കൂ നികേഷ്, KPCCയുടെ പ്രസിഡന്റാണല്ലോ ശ്രീ മുല്ലപ്പള്ളി രാമചന്ദ്രൻ. അദ്ദേഹം കുത്തകയാക്കി കൈവശം വെച്ചുകൊണ്ടിരുന്ന മണ്ഡലമല്ലേ ഈ വടകര പാർലമെന്റ് മണ്ഡലം. അദ്ദേഹം പിടിച്ചെടുത്ത മണ്ഡലം. അതെ, അദ്ദേഹം പിടിച്ചെടുത്ത മണ്ഡലമാണ്. തുടർച്ചയായി 2 വട്ടം ജയിച്ചല്ലോ. ആ പാർലമെന്റ് മണ്ഡലത്തിലേക്ക് ഇപ്പോൾ ശ്രീ K മുരളീധരൻ പറഞ്ഞതുപോലെ കേരളത്തിലും ദേശീയ രാഷ്ട്രീയത്തിലും CPMൻ്റെ ആക്രമണോത്സുക രാഷ്ട്രീയത്തിനെതിരായിട്ടുള്ള പോരാട്ടമാണ് വടകരയ്ക്കകത്ത് നടത്തുന്നതെങ്കിൽ എന്തേ KPCCയുടെ പ്രസിഡന്റ് ശ്രീ മുല്ലപ്പള്ളി രാമചന്ദ്രൻ അംഗം കുറിക്കാൻ സന്നദ്ധനാകാതിരുന്നത്? പരാജയ ഭീതി കൊണ്ടാണ്. KPCC പ്രസിഡന്റുമാർ മത്സരിക്കാറില്ല. KPCC പ്രസിഡന്റുമാർ മത്സരിക്കാറില്ല എന്നൊക്കെ വേണമെങ്കിൽ ഒരു വീമ്പ് പറച്ചിലായിട്ട് പറയാം. സെക്രട്ടറിമാർ മത്സരിക്കാറുണ്ടോ? ഞങ്ങളുടെ പാർട്ടി സംസ്ഥാന സെക്രട്ടറിമാർ നിയമസഭാ തെരഞ്ഞെടുപ്പിൽ മത്സരിച്ചതിന്റെ ചരിത്രമില്ലേ? അങ്ങനെയാണെങ്കിൽ രമേശ് ചെന്നിത്തലയും മത്സരിച്ചിട്ടുള്ള ഒരു ചരിത്രമുണ്ടല്ലോ. ഏതിലേക്ക്, പാർലമെന്റിലേക്കാണോ നിയമസഭയിലേക്കാണോ എന്നുള്ളതല്ല. ഓരോ പാർട്ടിയുടെയും ഔദ്യോഗിക ചുമതലകൾ നിർവഹിക്കുന്ന പ്രധാനപ്പെട്ട നേതാക്കൾ തെരഞ്ഞെടുപ്പുകളിൽ മത്സരിക്കാറുണ്ട്. ഇവിടെ മുല്ലപ്പള്ളി രാമചന്ദ്രൻ ഞാൻ കണ്ടിക്കും. മുല്ലപ്പള്ളി രാമചന്ദ്രൻ മത്സരിക്കാൻ ഇല്ല എന്ന് പറഞ്ഞത് P ജയരാജൻ വന്നതിന് ശേഷമല്ല. അപ്പോൾ അതിനകത്ത് P ജയരാജൻ ഫാക്ടറി കുത്തിച്ചേർക്കുന്നത് താങ്കളുടെ രാഷ്ട്രീയ കണ്ണിൽ അന്ധതയുള്ളത്. എന്റെ രാഷ്ട്രീയ കണ്ണിന്റെ അന്ധതയല്ല, പരമ യാഥാർത്ഥ്യമായതുകൊണ്ടാണ്. അവിടെ എന്തുകൊണ്ട് ഇനി വേണ്ട, ഞാൻ ഒരു കാര്യം നികേഷ് പറഞ്ഞ് ഞാൻ അംഗീകരിച്ചു. KPCC പ്രസിഡന്റ് നേരത്തെ മത്സരിക്കാൻ സന്നദ്ധനല്ല എന്ന് പറഞ്ഞതുകൊണ്ടാണ്. കേരളത്തിലെ കോൺഗ്രസ് നേതൃത്വമാകെ ഇവിടെ നിങ്ങളുടെ നമ്മുടെ റിപ്പോർട്ടർ ചാനൽ തന്നെ എങ്ങനെയാ ബ്രേക്ക് ന്യൂസ് എഴുതി കാണിച്ചുകൊണ്ടിരുന്നത്? മുല്ലപ്പള്ളിയിൽ സമ്മർദ്ദമേറുന്നു, മുല്ലപ്പള്ളിക്ക് സാധ്യത ഉണ്ട് അല്ലേ? അപ്പോൾ കേരളത്തിലെ കോൺഗ്രസ് പ്രസ്ഥാനം ഒന്നടങ്കം ആവശ്യപ്പെട്ടപ്പോഴെങ്കിലും തനിക്ക് പരാജയ ഭീതിയില്ല എന്ന് ജനങ്ങളെ ബോധ്യപ്പെടുത്താനെങ്കിലും KPCC പ്രസിഡന്റിന് മത്സരിക്കാൻ സന്നദ്ധനായിക്കൂടെ എന്ന് പറയുന്നത് ഒരു കറകളഞ്ഞ കോൺഗ്രസ്സുകാരനാണ്. മുല്ലപ്പള്ളി രാമചന്ദ്രനെ സംബന്ധിച്ചിടത്തോളം അദ്ദേഹത്തിന് ലഭിക്കാവുന്ന ഏറ്റവും ഉയർന്ന പദവിയാണ്, ഒരു കോൺഗ്രസ്സുകാരൻ എന്ന നിലയിൽ ലഭിക്കാവുന്ന ഏറ്റവും ഉയർന്ന പദവിയാണ് KPCC പ്രസിഡന്റ്. അത് കിട്ടിയിട്ട് അദ്ദേഹത്തിന് മാസങ്ങളെ ആയിട്ടുള്ളൂ. സുധീരന്റെ കാര്യം, അത് കിട്ടുമ്പോൾ തന്നെ അദ്ദേഹം ഉപാധി വെച്ചിരുന്നു എന്നാണ് P ജയരാജൻ സ്ഥാനാർത്ഥിയാകുന്നതിന് മുമ്പ് തന്നെ അദ്ദേഹം പറഞ്ഞു.
പറഞ്ഞിട്ടുള്ളത്. ആ ഉപാധി വടകരയിൽ എന്നോട് മത്സരിക്കാൻ ആവശ്യപ്പെട്ടിരുന്നത് അത് അംഗീകരിച്ചുകൊണ്ടാണ് KPCC. അത് മാസങ്ങൾ കഴിയുമ്പോൾ വിട്ടൊഴിഞ്ഞ് വീണ്ടും ഒരു ലോക്സഭാ തെരഞ്ഞെടുപ്പിലേക്ക് പോകണമെന്ന് പറയുമ്പോൾ അദ്ദേഹത്തിന്റെ ഒരു കരിയറിൽ വലിയ താളപ്പിഴയുണ്ടാകും. അതുകൊണ്ടാണ് എന്നാണ് ഞാൻ മനസ്സിലാക്കുന്നത്. ഞാൻ പറയട്ടെ, പാർട്ടികളുടെ രാഷ്ട്രീയ തീരുമാനങ്ങളിൽ വ്യക്തിപരമായ ഇഷ്ടാനിഷ്ടങ്ങൾക്കാണോ മുൻഗണന? ഒരു പ്രസ്ഥാനത്തിന്റെ മുന്നിൽ വരുന്ന അനിവാര്യതയാണോ? നിങ്ങളുടെ പാർട്ടിയിൽ എന്താന്ന് വെച്ചാൽ ഞങ്ങളുടെ പാർട്ടിയിലെ പോലെയല്ല. ഇവിടെ ഇപ്പൊ ശ്രീ മുരളീധരനും കോൺഗ്രസിന്റെ നേതാക്കന്മാരും അവകാശപ്പെടുന്നത് പോലെയാണെങ്കിൽ എന്ത് KPCC പ്രസിഡന്റ് മത്സരിക്കാമായിരുന്നല്ലോ. ഇനി വേണ്ട, KPCC പ്രസിഡന്റിന് മത്സരിക്കാനാവില്ല എന്നുണ്ടെങ്കിൽ എത്രയോ നേതാക്കൾ വേറെ ഉണ്ടായിരുന്നു. അവരാരും സന്നദ്ധരായില്ലല്ലോ. പല പേരുകൾ പരിഗണിച്ചല്ലോ. എന്തേ മുരളിയേക്കാൾ സീനിയറായ വേറെ ആരെയാണ്? പല പേരുകൾ പരിഗണിച്ചില്ലേ? മുരളി സീനിയർ ആണെന്നുള്ളതിന് എന്താ ഇപ്പോ കോൺഗ്രസിന്റെ നേതൃനിരയിൽ മുരളിക്കുള്ള സ്ഥാനം എന്താ? MLA എന്നുള്ളതിനപ്പുറത്ത് കോൺഗ്രസുകാർ കൽപ്പിച്ചു നൽകിയിട്ടുള്ള സ്ഥാനം മുൻ KPCCയുടെ പ്രസിഡന്റ് മന്ത്രിയായിരിക്കെ തെരഞ്ഞെടുപ്പിൽ മത്സരിച്ച് പരാജയപ്പെട്ടു പോയ രാഷ്ട്രീയ നേതാവ്, അങ്ങനെയൊക്കെ ഒരുപാട് വിശേഷങ്ങൾ. മുരളിയുടെ രാഷ്ട്രീയത്തിൽ ഏറ്റക്കുറിച്ചിലുണ്ട്. അതിലൊന്നും ഞാൻ എന്താ പറയുക, അങ്ങനെയല്ല. ക്ഷമിക്കണം, ഞാൻ പറഞ്ഞു തീർക്കാം. ഞാൻ കാണുന്നത് മറ്റൊരു കോൺഗ്രസ് നേതാവിനും ഒരു റിസ്ക് എടുക്കാൻ സന്നദ്ധനാകാതെ വന്നപ്പോൾ ഒരു രാഷ്ട്രീയ ബലിമൃഗം എന്ന നിലയിലേക്ക് വടകരയ്ക്ക് അയച്ചതാണ് കോൺഗ്രസ്. സുരേഷ് ബാബു, അതുകൊണ്ടാണ് ഞാൻ നേരത്തെ ചോദിച്ചത് വൃക്ക കരള് എന്നൊക്കെ. 2004 വടക്കാഞ്ചേരിയിൽ മുരളീധരൻ തോറ്റു എന്ന് മാത്രമല്ല, മന്ത്രിസ്ഥാനത്തെത്തി ഉപതെരഞ്ഞെടുപ്പിന് നേരിട്ട് തോറ്റ കേരളത്തിൽ ഒരാൾ മാത്രമേ ഉള്ളൂ, അത് K മുരളീധരനാണ്. 2006 തോന്നുന്നു കൊടുവള്ളിയിൽ, അതും ഈ പറഞ്ഞ പോലെ UDFന്റെ എക്കാലത്തെയും വലിയ ഷുവർ സീറ്റ്, അവിടെയും മുരളീധരൻ അവിടുത്തെ ഒരു സ്വതന്ത്ര സ്ഥാനാർത്ഥിയോട് തോറ്റു. എൻ്റെ ഓർമ്മ PT റഹീമാണ് എന്നുള്ളതാണ്. പോട്ടെ, ആ കാര്യത്തിൽ ഞാൻ ഒരു ചോദ്യം ഉന്നയിച്ചല്ലോ. നേരത്തെ ശ്രീ PM വേലായുധൻ മറുപടി പറയാതിരുന്ന ഒരു ചോദ്യത്തിന് ഞാൻ താങ്കളിൽ നിന്ന് പ്രതികരണം തേടുകയാണ്. അഡ്വക്കേറ്റ് PM സുരേഷ് ബാബു, എന്തായിരുന്നു എൻ്റെ PM വേലായുധനോടുള്ള ചോദ്യം? 75,000 വോട്ട് ഇത്തവണയും നിങ്ങൾക്കുണ്ടാവുമോ? അപ്പോൾ എന്തൊക്കെയോ അദ്ദേഹം പറയുകയാണ്, വാക്കുകളിട്ട് കളിക്കുകയായിരുന്നു ചെയ്തത്. നേരിട്ടുള്ള ഒരു ഉത്തരം പറയാൻ അദ്ദേഹത്തിന് നിൽക്കൂ PM സുരേഷ്. ഞാൻ താങ്കളോട് 3 വട്ടം ആ ചോദ്യം ചോദിച്ചു. ഇനി ആ ചോദ്യത്തിന് താങ്കൾക്ക് അവസരം തരില്ല. എൻ്റെ ചോദ്യം PM സുരേഷ് ബാബുവിനോടാണ്. നോക്ക്, ഇതിനകം വാർത്ത വന്നിരിക്കുന്നത് ദേശാഭിമാനിയിലാണ് വാർത്ത. എനിക്കതിൽ ആ പത്രം പറഞ്ഞാൽ മാത്രം പത്രം പറയേണ്ടി വരും, കാരണം താങ്കൾക്ക് അത് ഖണ്ഡിക്കാൻ കുറച്ചുകൂടി എളുപ്പമായിട്ട് എന്ന് വെച്ചിട്ടാണ്. മഞ്ചേശ്വരത്തെ വോട്ട് മറിച്ച് നൽകാമെന്ന് പറഞ്ഞ് രാജ്മോഹൻ ഉണ്ണിത്താൻ BJP വോട്ട് കാസർഗോഡ് പിടിക്കുന്നു എന്നുള്ളതാണ് ആ വാർത്ത. 2, മുരളി വടകരയിൽ ജയിച്ച തിരുവനന്തപുരത്ത് ഞാൻ നേരത്തെ പറഞ്ഞതുപോലെ കുമ്മനം തോറ്റു വന്ന വട്ടിയൂർക്കാവിൽ കുമ്മനത്തിന് നല്ല ചാൻസ് ഉണ്ട് എന്നുള്ളത്. നോക്ക്, വലിയ ഉപതെരഞ്ഞെടുപ്പാണ് വരാൻ പോകുന്നത്. ഏതാണ്ട് 10ഓളം മണ്ഡലങ്ങളിൽ, മഞ്ചേശ്വരം അടക്കം 10 മണ്ഡലങ്ങളിൽ കൃത്യമായ ഉപതെരഞ്ഞെടുപ്പ് നടക്കേണ്ടതുണ്ട്. ഈ MLA-മാരെല്ലാം ജയിക്കുകയാണ് എങ്കിൽ, MLA-മാർ തോറ്റ അവിടെ ഉപതെരഞ്ഞെടുപ്പ് ഉണ്ടാകില്ലല്ലോ. അപ്പോൾ 10 മണ്ഡലങ്ങൾ നമുക്ക് കണക്കാക്കാം. അങ്ങനെയുള്ള 10 നിയമസഭാ മണ്ഡലത്തിൻ്റെ രാഷ്ട്രീയ പ്രാധാന്യം എന്ന് പറയുന്നത് അഡ്വക്കേറ്റ് PM സുരേഷ് ബാബു ഈ ലോക്സഭാ തെരഞ്ഞെടുപ്പിൻ്റെ കൊടുക്കൽ വാങ്ങലുകളുടെ ബാക്കി പത്രമായിരിക്കും. അതുകൊണ്ട് കാസർഗോഡ് ഇനി BJP വോട്ട് വാങ്ങി മഞ്ചേശ്വരത്ത് ഞങ്ങൾ തിരിച്ച് സഹായിച്ചോളാം എന്ന് രാജ്മോഹൻ ഉണ്ണിത്താൻ പറഞ്ഞിട്ടുണ്ട് എങ്കിൽ അതിൻ്റെ രാഷ്ട്രീയ പ്രത്യാഘാതമുണ്ടാകും മഞ്ചേശ്വരത്ത്. 2, K മുരളീധരൻ്റെ മത്സരത്തിന് ഏതെങ്കിലും തരത്തിൽ വടകരയിൽ നിന്ന് ഒരു അനുകൂല മനോഭാവം BJP, നേരത്തെ PM വേലായുധൻ പറഞ്ഞല്ലോ ഞങ്ങൾക്ക് പറയാൻ പറ്റില്ല എന്ന്, അല്ലെങ്കിൽ അദ്ദേഹം മൗനിയായല്ലോ. ആ സാധനത്തിന് ഇനി കോൺഗ്രസ് തിരിച്ചു കൊടുക്കുകയാണ് എങ്കിൽ അതിന് നമ്മൾ തിരുവനന്തപുരത്ത് താങ്കൾ പറയാത്ത ഒരു കാര്യവും പറഞ്ഞിട്ടില്ല. ഞാൻ താങ്കൾ വോട്ടിന്റെ കണക്ക് ഇപ്പൊ പറയാമോ? P ജയരാജന് ഇത്ര വോട്ട് ഇടുന്നു ഇപ്പൊ പറയാമോ? വോട്ട് ചെയ്തിട്ടില്ലല്ലോ, വോട്ടിംഗ് നടന്നിട്ടില്ലല്ലോ. CPM-ന്റെ സ്ഥാനാർത്ഥി, CPM-ന്റെ നിങ്ങൾ തെറ്റായ വ്യാഖ്യാനം കൊടുക്കരുത്. അത് ഒരിക്കലും ശരിയല്ല. BJP-യുടെ ഒരു വ്യക്തിക്കും ഇത്ര വോട്ട് കിട്ടുമെന്ന് പറയാൻ ഈ ലോകത്ത് സാധിക്കില്ല. ഞാൻ ജയിക്കുമെന്ന് പറയാം, പക്ഷെ ഇത്ര വോട്ട് ഇടുന്നു പറയാൻ പറ്റില്ല. അത് താങ്കളുടെ വാദം. എന്റെ ചോദ്യം എന്തായിരുന്നു? 75,000 വോട്ടേ ഒരു ലോക്സഭാ മണ്ഡലത്തിൽ നിങ്ങൾക്കുള്ളൂ.
അത് ഞാൻ ആ ചോദ്യം ഉന്നയിക്കുമ്പോൾ തന്നെ അല്ല, ഞാൻ എൻ പറഞ്ഞല്ലോ. ഷംസീർ പറയുമായിരിക്കും എന്ന് ഞാൻ ഇടയിൽ കയറി പറഞ്ഞു. എന്തുകൊണ്ടാ? തെറ്റായ 75,000 വ്യാഖ്യാനം വോട്ട് അല്ല യഥാർത്ഥത്തിൽ വടകര ലോക്സഭാ മണ്ഡലത്തിൽ BJP-ക്കുള്ളത്. ഞങ്ങളുടെ അപ്പോ സ്ഥാനാർത്ഥിയെ പോലും നിങ്ങൾ കഴിഞ്ഞ പ്രഖ്യാപിച്ചിട്ടില്ല. ലോക്സഭാ തെരഞ്ഞെടുപ്പിൽ തന്നെ മുല്ലപ്പള്ളി രാമചന്ദ്രൻ എന്ന കോൺഗ്രസ് സ്ഥാനാർത്ഥിക്ക് വോട്ട് മറിച്ചു കൊടുത്തു എന്നുള്ള ഒരു ആക്ഷേപം ആ കാലഘട്ടത്തിൽ തന്നെ ഉണ്ടായിരുന്നു. ആ 75,000 വോട്ടെങ്കിലും നിങ്ങൾക്ക് 2019 കിട്ടുമോ എന്നുള്ള ഒരു ലളിതമായ ചോദ്യമായിരുന്നു ശ്രീ PM വേലായുധൻ ഞാൻ ചോദിച്ചത്. 70,000 വോട്ടാണോ സാധാരണ നിൽക്കുന്നത്? ഞങ്ങൾ നിൽക്കുന്നത് ഞങ്ങളുടെ സ്ഥാനാർത്ഥിക്ക് വിജയിക്കാൻ വേണ്ടി. അപ്പൊ എന്റെ ചോദ്യത്തിന് നേരിട്ട് താങ്കൾക്ക് മറുപടി പറയാൻ പറ്റും. 75,000 മേലെ മാത്രമേ വോട്ട് കിട്ടാനുള്ളൂ. അത് കുറഞ്ഞൊരു വോട്ട് 70,000 താഴെ ഒരിക്കലുമല്ല. ഏത് സ്ഥാനാർത്ഥിയും മത്സരിക്കുന്നത് അവന്റെ ഒറ്റ ചിന്ത നിങ്ങൾ മത്സരിച്ചതല്ലേ? നിങ്ങൾ സ്ഥാനാർത്ഥിയായിരുന്നല്ലോ, ജയിക്കാൻ വേണ്ടിയല്ലേ നിന്നെ? അതെ. എന്തുകൊണ്ട് ജയിച്ചില്ല? ഉത്തരം താങ്കളുടേത് അതാണ്. ഉത്തരം താങ്കളുടേത് ഞങ്ങൾ ജയിക്കാൻ വേണ്ടിയാണ് മത്സരിക്കുന്നത്. തീർച്ചയായിട്ടും ഏതൊരു സ്ഥാനാർത്ഥിയും ഗോതയിൽ ഇറങ്ങുന്നത് ഈ തവണ ജയിച്ചു വരണം എന്നുകൊണ്ടാണ്. പക്ഷേ ജനങ്ങൾ വോട്ട് കൊടുത്ത് ഭൂരിപക്ഷം കിട്ടുന്ന ആൾ ജയിച്ചു വരുന്നു, അല്ലാത്തൊരു പരാജയപ്പെടുന്നു. അല്ലാണ്ട് ഞങ്ങൾക്ക് 76,000 വോട്ട് കിട്ടുന്നു ഞാൻ ലോകമണ്ഡലം. എന്റെ ചോദ്യം ഞാൻ ഒന്നുകൂടി ആവർത്തിക്കുകയാണ്. ഞാൻ ശ്രീ PM വേലായുധനോട് ചോദിച്ചത് എന്താണ്? താങ്കളുടെ രാഷ്ട്രീയ പാർട്ടിക്ക് ലഭിച്ച 75,000 വോട്ട്, 2014 ലഭിച്ച 75,000 വോട്ട്, ആ 75,000 വോട്ട് നിലനിർത്തുമെന്നോ കൂടുമോ എന്നോ പറയാനാകുമോ? എന്റെ ചോദ്യം നിങ്ങൾക്ക് തീർന്നിട്ടില്ല. അപ്പോൾ താങ്കൾ ഇപ്പോൾ പറയുന്നു ഞങ്ങൾ ജയിക്കാൻ വേണ്ടിയാണ് മത്സരിക്കുന്നതെന്ന്. 75,000 താഴെ വോട്ട് കിട്ടിയാൽ ജയിക്കില്ലല്ലോ. അപ്പൊ എന്റെ ചോദ്യത്തിന് താങ്കൾക്ക് നേരിട്ട് ഉത്തരം പറയാമായിരുന്നു. 75,000-ലധികം വോട്ടേ ഞങ്ങൾക്ക് കിട്ടുകയുള്ളൂ എന്ന് എനിക്ക് ഉറപ്പിച്ചു പറയാൻ പറ്റും എന്ന്. 75,000 വിജയിക്കും എന്ന് ഉറപ്പിച്ചു പറയാൻ എനിക്ക് സാധിക്കും. അവിടെയാണ് ഞാൻ നേരിട്ടൊരു ചോദ്യം ചോദിക്കുമ്പോൾ ആ നേരിട്ടുള്ള ചോദ്യത്തിന് നേരിട്ടുള്ള ഉത്തരം അങ്ങേക്ക് നൽകാനാകുമായിരുന്നു. 75,000-ൽ കൂടുതലാണ് ഞങ്ങൾക്ക് 2019 ഏപ്രിൽ 21 കിട്ടാൻ പോകുന്നത്. ഉത്തരം കൂടുതലല്ല, ഞങ്ങൾ വിജയിക്കാൻ വേണ്ടി നിൽക്കുന്നു, ഞങ്ങൾ വിജയിക്കും. അപ്പൊ എന്റെ ചോദ്യത്തിന് വ്യക്തമായ ഉത്തരം താങ്കൾക്ക് ഉണ്ടായിരുന്നു. 73,000-ൽ കൂടുതൽ വോട്ട് ഞങ്ങൾക്ക് കിട്ടും എന്ന കാര്യത്തിൽ ഇടതുപക്ഷത്തിന് വേണ്ടി പ്രവർത്തിക്കുന്ന ഒരു പ്രസ്ഥാനം എന്ന നിലയ്ക്ക് നിങ്ങൾ BJP ഇൻസൾട്ട് ചെയ്യുന്നു. BJP ഇൻസൾട്ട് ചെയ്യുന്നില്ല. ബിജെപിയുടെ മേൽ എല്ലാ കാലഘട്ടത്തിലുമുള്ള ആക്ഷേപം എന്ന് പറയുന്നത് BJP വോട്ട് മറിച്ചു കൊടുക്കുന്നു എന്നുള്ളതാണ്. UDF എപ്പോഴും വോട്ട് മറിച്ചു കൊടുത്തു എന്ന് നിങ്ങളുടെ KG മാരാർ സ്വന്തം ആത്മകഥയിൽ എഴുതിയിട്ടുള്ള കാര്യമാണ് പറയുന്നത്. നിങ്ങളുടെ കണക്ക് കൂട്ടല് ഇങ്ങനെ ഓരോ തെരഞ്ഞെടുപ്പിലും BJP വോട്ട് കച്ചവടം എന്ന് പറഞ്ഞ് BJP ഇൻസൾട്ട് ചെയ്യുക, അത് നിങ്ങളുടെ പഴയ പല്ലവിയാണ്. അതെല്ലാം വളരെ മുന്നോട്ട് പോയി. കേരളത്തിൽ ഭാരതീയ ജനതാ പാർട്ടി നിയമസഭയിൽ വരെ ഒറ്റയ്ക്ക് മത്സരിച്ച് ജയിച്ച ഒരു കാലഘട്ടത്തിലാണ്. എങ്കിൽ പറയൂ അങ്ങ് 2019 ലോക്സഭാ തെരഞ്ഞെടുപ്പിൽ ഞങ്ങൾ 75,000-ൽ കൂടുതൽ അഞ്ച് സീറ്റിൽ ഞാൻ പറഞ്ഞല്ലോ, ഞങ്ങൾ കേരളത്തിൽ ജയിക്കും. 5 സീറ്റിൽ ജയിച്ചോളൂ. ഞാൻ വടകര മാത്രമേ ചോദിച്ചിട്ടുള്ളൂ. വടകരയിൽ ഞങ്ങൾ സ്ഥാനാർത്ഥിയെ ഔദ്യോഗികമായി നാളെ എന്തായാലും ഔദ്യോഗികമായ സ്ഥാനാർത്ഥി പ്രഖ്യാപനം 20 മണ്ഡലങ്ങളിലും കേന്ദ്ര പാർലമെന്ററി കമ്മിറ്റി തീരുമാനിച്ച് വെച്ചിട്ടുണ്ട്. അതിന്റെ പ്രഖ്യാപനം നാളെ ഉണ്ടാകും. വടകരയിൽ സ്ഥാനാർത്ഥി ഏകദേശം ഇപ്പോൾ ഒന്ന് ആയി നിൽപ്പുണ്ട്. ശ്രീ PM സുരേഷ് ബാബു, കോലീബി സഖ്യത്തിന് പേര് കേട്ട മണ്ഡലമാണ് വടകര. ആ വടകരയിൽ ശ്രീ PM വേലായുധനോട് എൻ്റെ ചോദ്യം താങ്കൾ കേട്ടു, അദ്ദേഹത്തിൻ്റെ ഉത്തരം കേട്ടു. ഞാനത് കോട്ട് ചെയ്യുന്നില്ല. അദ്ദേഹം അപ്പോൾ പറയും ഞാൻ അതിനെ മിസ്കോട്ട് ചെയ്തു എന്നുള്ളത്. നോക്കൂ, ഇതാണ് അവസ്ഥ. അവിടെ RMP, കോൺഗ്രസ് വിരുദ്ധത, CPM-ന്റെ വലതുപക്ഷ വ്യതിയാനം, ഇവയൊക്കെ പറഞ്ഞ് രൂപീകൃതമായ പാർട്ടിയാണ്. ആ പാർട്ടി ഇപ്പോൾ തങ്ങളുടെ സാമ്രാജ്യത്വ വിരുദ്ധ പോരാട്ടം കോൺഗ്രസിനെ ഏൽപ്പിച്ച് പിന്മാറുകയാണ്. കൈപ്പത്തി ചിഹ്നത്തിലാണ് N വേണുവും KK രാമയും 2019 ലോക്സഭാ തെരഞ്ഞെടുപ്പിൽ വോട്ട് ചെയ്യുക. 2, PM വേലായുധന് പറയാനാകുന്നില്ല 75,000-ൽ കൂടുതൽ വോട്ട് നേടാൻ. മഹാസഖ്യം, മഴവിൽ സഖ്യം രൂപം പെട്ടിരിക്കുന്നു എന്നുള്ളതിന് ഇതിനേക്കാൾ വലിയ തെളിവ് വേണോ? നികേഷ് വളരെ മനഃപൂർവ്വം വടകരയിലെ ശ്രീ K മുരളീധരന്റെ ജയത്തിന്റെ മാറ്റം കുറക്കാനുള്ള ഒരു ശ്രമമാണ് താങ്കൾ നടത്തിക്കൊണ്ടിരിക്കുന്നതെന്ന് പ്രേക്ഷക സമൂഹത്തിന് മനസ്സിലായിട്ടുണ്ട്. വടകരയിൽ ജയിക്കാൻ പോകുന്ന K മുരളീധരന്റെ വിജയത്തിന്റെ മാറ്റ് കുറക്കാൻ അങ്ങ് മുൻകൈയെടുത്ത് പരിശ്രമിക്കുന്നു എന്ന ദയവ് ചെയ്ത് ഒരു ചാനലിന്റെ ആളെന്നുള്ള നിലയിൽ
അദ്ദേഹത്തിൽ നിന്ന് താങ്കളിൽ നിന്ന് ഞാനത് പ്രതീക്ഷിക്കുന്നില്ല. മറ്റൊരു കാര്യം ഇനി ഓരോന്നോരോന്നായി പറയാം. ശ്രീ PM വേലായുധന് അദ്ദേഹത്തിന് ഒരു പക്ഷേ ഈ 75ന്റെ കാര്യം പറയാൻ കഴിയില്ല. എന്തുകൊണ്ട് ഞാൻ പറയാം. എന്നോടൊപ്പം മത്സരിച്ച ആളാണ്. എന്നോടൊപ്പം ഞാൻ വടകര പാർലമെന്റിൽ UDFന്റെ സ്ഥാനാർത്ഥിയായി മത്സരിക്കുമ്പോ BJP സ്ഥാനാർത്ഥിയായി മത്സരിച്ച ശ്രീമാൻ OK വാസു ഉണ്ട്. അദ്ദേഹം ഇന്ന് ആ പാർട്ടിയിലില്ല. അദ്ദേഹത്തിന് ലഫ്റ്റനന്റായി BJPക്ക് വേണ്ടി പ്രവർത്തിച്ച ശ്രീ അശോകനുണ്ട്. അദ്ദേഹം ഇന്ന് ആ പാർട്ടിയിലില്ല. അവരെല്ലാം കൂടൊഴിഞ്ഞ് CPM-ലേക്ക് പോയിട്ടുണ്ട്. CPM-ന്റെ പ്രധാനപ്പെട്ട നേതാക്കന്മാരോ പ്രവർത്തകന്മാരോ ഉത്തരവാദപ്പെട്ട സ്ഥാനങ്ങൾ വഹിക്കുന്നവരുമാണ്. അതുകൊണ്ട് ആ വോട്ട് അവർക്കത് കിട്ടാൻ സാധ്യതയില്ല. അത് BJP-യിലേക്കാണ് പോകുന്നത്. ക്ഷമിക്കണം, CPM-ലേക്ക് അത് ആ വോട്ടുകളൊക്കെ പോയെന്ന് വന്നേക്കാം. അതുകൊണ്ട് 75,000 വോട്ട് നേരത്തെ കിട്ടിയിരുന്നെങ്കിൽ ഇപ്പൊ കിട്ടില്ല, കിട്ടുമെന്ന് ഉറപ്പിച്ച് പറയാൻ അദ്ദേഹത്തിന് കഴിയുന്നില്ല എന്നുള്ളത് ഒഴിച്ചാൽ മറ്റൊരു ശ്രീ PM സുരേഷ് ബാബു, താങ്കളുടെയോ അല്ലെങ്കിൽ സജീവന്റെയോ ഒരിക്കൽ കൂടി താങ്കൾക്ക് ഉത്തരം നൽകാൻ. ഇവിടെ നേരത്തെ ശ്രീ PM സുരേഷ് ബാബു പറയുമ്പോൾ ജയം എന്നാണ് പറയുന്നത്. നമുക്ക് ഞാൻ കഴിഞ്ഞ ദിവസങ്ങളിലെല്ലാം ശ്രദ്ധിക്കുകയായിരുന്നു. ഇവിടെ ഹൈബി ഈഡൻ സ്ഥാനാർത്ഥിയായപ്പോൾ വലിയ നിലയിൽ ആഹ്ലാദ പ്രകടനമായിരുന്നു. വീട്ടിലും ബഹളവും ആളും ആരവവും ഒക്കെ ഉണ്ടായിരുന്നു. ഇന്നലെ രാജ്മോഹൻ ഉണ്ണിത്താൻ കാസർഗോഡ് എത്തിയപ്പോൾ രാജ്മോഹൻ ഉണ്ണിത്താനെ കമ്പാർട്ട്മെൻറ്റിൽ നേരെ പൊക്കിയെടുത്തിട്ടാണ് ആളുകൾ കൊണ്ടുപോകുന്നത്. ഇന്നിപ്പം കെ മുരളീധരൻ്റെ ദൃശ്യങ്ങളും ഏതാണ്ട് സമാനമാണ്. അദ്ദേഹം എന്തോ ജയിച്ച മട്ടാണ്. അപ്പോൾ UDFന്റെ സ്ഥാനാർത്ഥിയാവുക എന്ന് പറയുന്നത് ജയിക്കുക എന്നുള്ള നിലയിലാണോ? ഈ അഭിപ്രായ സർവേകളുടെ പശ്ചാത്തലത്തിലാണ് ഇതെന്ന് താങ്കൾ മറക്കാതിരിക്കണം. അഭിപ്രായ സർവേകളുടെ പശ്ചാത്തലമൊക്കെ അവിടെ നിൽക്കട്ടെ. കേരളത്തിൽ ഇന്ന് സൃഷ്ടിക്കപ്പെട്ടിട്ടുള്ള രാഷ്ട്രീയ പരിസരമുണ്ട്. വസ്തുനിഷ്ഠമായി രാഷ്ട്രീയ പരിശോധനയും വിശകലനവും നടത്തുന്ന ഏതൊരാൾക്കും കോൺഗ്രസ് ഉന്നയിക്കുന്ന വാദഗതിയിൽ, അവകാശവാദങ്ങളിൽ വസ്തുതകളുമായി ഒരു ബന്ധവുമില്ലെന്നുള്ള കാര്യം വ്യക്തമായിട്ടുള്ള കാര്യമാണ്. എന്തടിസ്ഥാനത്തിലാണ് ഇത്രയേറെ കോൺഗ്രസ് ദുർബലമായിട്ടുള്ള ഒരു കാലഘട്ടമുണ്ടോ? ദുർബലമായിട്ടുണ്ടോ കാലഘട്ടമുണ്ടോ എന്നൊക്കെ എങ്ങനെയാണ് സിമോനും കോൺഗ്രസ് ദുർബലമായി? ഇതിനേക്കാൾ കൂടുതൽ ആഭ്യന്തര ശൈഥില്യം മൂർച്ഛിക്കേണ്ട ഘട്ടം. ഞാൻ ചോദിക്കട്ടെ, നിങ്ങളുടെ സ്ഥാനാർത്ഥി ലിസ്റ്റ് ഗംഭീര സ്ഥാനാർത്ഥി ലിസ്റ്റ് ആണെന്നുള്ളൊരു അവകാശവാദം നിങ്ങളെ സംബന്ധിച്ചിടത്തോളം ഉണ്ടായിരുന്നു. ഒരാഴ്ച നിങ്ങൾക്ക് എഡ്ജുണ്ടായി. ഇപ്പോൾ UDFന്റെ സ്ഥാനാർത്ഥി ലിസ്റ്റ് ഒന്ന് പരിശോധിക്കൂ. കാസർഗോഡ് രാജ്മോഹൻ ഉണ്ണിത്താൻ, കണ്ണൂരിൽ വർക്കിംഗ് പ്രസിഡന്റ് K സുധാകരൻ, വടകരയിൽ മുൻ KPCC അധ്യക്ഷൻ K മുരളീധരൻ, കോഴിക്കോട് MK രാഘവൻ എന്ന രണ്ട് തവണത്തെ സിറ്റിംഗ് MP. ഇനി ഇങ്ങോട്ട് നോക്കിക്കഴിഞ്ഞാൽ ആ പുതുമുഖങ്ങളെയും വനിതകളെയും ഒപ്പം പരിണതപ്രജ്ഞരായ നേതാക്കളെയും എല്ലാം ഉൾപ്പെടുത്തിക്കൊണ്ടുള്ള നിങ്ങളുടെ ഗംഭീര ലിസ്റ്റ് എന്ന് പറഞ്ഞാൽ അതുപോലെ ഗംഭീര ലിസ്റ്റ് തന്നെയാണ്. ഞാൻ സമ്മതിച്ചു. ഇതേ സുധാകരനല്ലേ, K സുധാകരനല്ലേ കഴിഞ്ഞ 2014 പാർലമെന്റ് തെരഞ്ഞെടുപ്പിൽ കണ്ണൂരിൽ ശ്രീമതി ടീച്ചറോട് പരാജയപ്പെട്ടു. വടക്കേക്കര തോറ്റതല്ലേ? വടക്കേക്കര തോറ്റതാണ്. ഇന്ന് എറണാകുളം പാർലമെന്റ് മണ്ഡലത്തിന്റെ ഒരു പൊതുസ്ഥിതി എന്താ? ഇപ്പോൾ നികേഷ് തന്നെ പ്രയോഗിച്ച ഒരു രസകരമായ കാര്യം എന്താണെന്ന് വെച്ചാൽ സ്ഥാനാർത്ഥിയുടെ വീട്ടിൽ, പാർട്ടി ഓഫീസുകളിൽ, റെയിൽവേ സ്റ്റേഷനിലൊക്കെ ആരവങ്ങൾ ഉയരുകയാണ്. അപ്പുറത്ത് KV തോമസ് മാസ്റ്റർ വീട് ഒരു മരണ വീട് പോലെ കിടപ്പുണ്ട്. അത് മറന്നുപോയോ? KV തോമസിനെ അനുകൂലിക്കാൻ ഒരാൾ പോലും ഉണ്ടായിട്ടില്ല. കാരണം അക്കാര്യത്തിൽ എടുത്ത തീരുമാനം കൃത്യമാണ് എന്നുള്ള തോന്നലിന്റെ അടിസ്ഥാനത്തിലാണ്. എന്തടിസ്ഥാനത്തിലാണ് ഉറച്ച തീരുമാനം? പിന്നെ കൃത്യമായ തീരുമാനമാണെന്ന് രാജീവിനെ പോലുള്ള ആളെ നേരിടാൻ ഹൈബിയെ പോലുള്ള ഒരു ചെറുപ്പക്കാരൻ ഉണ്ടാകണം എന്ന് കോൺഗ്രസ്. പ്രായം മാത്രമാണോ അതിന്റെ മാനദണ്ഡം? പ്രായം മാത്രമല്ല മാനദണ്ഡം. ഞാൻ വളരെ ലളിതമായി ചോദിക്കട്ടെ. എനിക്ക് തോന്നുന്നു ഇന്നലത്തെ ചർച്ചയിൽ ഇതേ വിഷയം നമ്മൾ ഇതേ പോയിന്റ് തന്നെ ഉന്നയിക്കപ്പെട്ടതാണെന്നാണ് എൻ്റെ ഒരു ധാരണ. എന്താ കാര്യം? AICCയുടെ സെക്രട്ടറി ആക്കാം, KPCCയുടെ ഭാരവാഹിയാക്കാം, ഏത് ഉന്നത പാർട്ടിക്കകത്ത് ഏത് ഉന്നത പദവിയും കൊടുക്കാം, വേണ്ടി വന്നാൽ UDFന്റെ കൺവീനറുമാക്കാം. അത് വലിയ യുക്തിയുള്ള കാര്യമൊന്നും. അങ്ങനെയുള്ള ഒരാൾ ഒരു പാർലമെന്ററി മത്സരിപ്പിക്കില്ല. പാർലമെന്ററി പൊളിറ്റിക്സിൽ ഉണ്ടാവും, ആന്റി ഇൻകംബൻസി ഉണ്ടാവും. ഒരു MP-യെ സ്ഥിരമായി ജയിപ്പിക്കുമ്പോൾ ആളുകൾക്ക് മടുപ്പുണ്ടാവും. ആ മടുപ്പ് ഒഴിവാക്കുന്നതിന് വേണ്ടി ആ MP-യെ തൽക്കാലം മാറ്റി നിർത്തുക, പകരം അദ്ദേഹത്തിന് സംഘടന എല്ലാ ആന്റി ഇൻകംബൻസിയും ഒഴിവാക്കിക്കൊണ്ട് തോമസ് മാസ്റ്റർ വലിയ ഹോർഡിങ്സ് സ്ഥാപിച്ച് പ്രചരണ രംഗത്ത് ഒന്നാം ഘട്ടം പിന്നിട്ടില്ല. ഞാൻ നികേഷ് ചോദിച്ച ചോദ്യം ഞാൻ പറയും. ഇപ്പോൾ ചാലക്കുടി പാർലമെന്റ് മണ്ഡലത്തിലെ UDFന്റെ സ്ഥാനാർത്ഥിയുണ്ട്, ബെന്നി. ചാലക്കുടി പാർലമെന്റ് മണ്ഡലത്തിൽ UDFന്റെ സ്ഥാനാർത്ഥി, ഞാൻ പേരെന്ന് പറയാൻ പോകുന്നു, ആയിക്കോട്ടെ. 2016 തെരഞ്ഞെടുപ്പിൽ ഈ സ്ഥാനാർത്ഥിക്ക് അയോഗ്യത കൽപ്പിച്ചത് അന്നത്തെ KPCCയുടെ പ്രസിഡന്റല്ലേ, സിറ്റിംഗ് MLA ആയിരുന്ന ഒരാൾക്ക്. ഇപ്പോൾ നമ്മൾ സുധാകരൻ്റെ കാര്യം പറഞ്ഞില്ലേ, സുധാകരൻ അവിടെ സീറ്റ് കിട്ടിയില്ലെങ്കിൽ സുധാകരൻ BJP-യിലേക്ക് പോകുമായിരുന്നു.
രാഷ്ട്രീയമായ സ്ഥിരമായ സുസ്ഥിരമായ നിലപാടുള്ള എത്ര പേരുണ്ട് ഈ സ്ഥാനാർത്ഥി പട്ടികയിൽ നിന്ന് കേരളം നിരീക്ഷിക്കുന്നുണ്ട്. മാത്രവുമല്ല, സ്ഥാനാർത്ഥികളുടെ മികവ് മാത്രമല്ലല്ലോ ഒരു തെരഞ്ഞെടുപ്പ് വിജയത്തിൻ്റെ മാനദണ്ഡം. ഓരോ മുന്നണികളും മുന്നോട്ട് വെക്കുന്ന രാഷ്ട്രീയമായ കാഴ്ചപ്പാടില്ലേ? എന്ത് രാഷ്ട്രീയമായ കാഴ്ചപ്പാടാണ്? രാഷ്ട്രീയ കാഴ്ചപ്പാടൊക്കെ നമുക്കറിയാം, അത് പറഞ്ഞു തരേണ്ട കാര്യമില്ല. അല്ല, കേന്ദ്ര BJP ഗവൺമെന്റിനായിട്ടുള്ള എന്ത് രാഷ്ട്രീയ നയമാണ്? മടങ്ങിയതാ ശ്രീ സുരേഷ് ബാബു, കോലീബി സഖ്യം വടകരയിൽ ആവർത്തിക്കാൻ പോവുകയാണോ? ഞാനിതിനകത്ത് ശ്രീ മോഹൻ ഇങ്ങനെ സംസാരിക്കുന്നതിന്റെ ഒരു യുക്തി എന്താ? ഞാൻ ഒരു ചോദ്യം ചോദിച്ചോട്ടെ. ഇത് ഓരോ പൊളിറ്റിക്കൽ പാർട്ടിക്കും ആ പൊളിറ്റിക്കൽ പാർട്ടി എന്ന നിലയിൽ ഒരു ഇൻസൈഡ് കമ്പൽഷൻ ഉണ്ടാവും. എന്താ ശ്രീമാൻ അച്യുതാനന്ദന്റെ സ്ഥിതി ഇന്ന്? എന്തുകൊണ്ടാണ് അച്യുതാനന്ദൻ കേരളത്തിൽ മത്സരിച്ചത്? എന്നിട്ട് എന്തുകൊണ്ടാണ് മുഖ്യമന്ത്രിയാക്കാതിരുന്നത്? മുഖ്യമന്ത്രിയാക്കാതിരുന്നതിന്റെ പേരിൽ അദ്ദേഹത്തിനെതിരെ ഭരണ പരിഷ്കാര കമ്മീഷന്റെ ചെയർമാനാക്കിയത്. ആ ചെയർമാനാക്കിയവർക്ക് എന്തിനാ മന്ത്രിമാരുടെ ഭവനം കൊടുത്തത്? ഇതൊക്കെ മറച്ചു വെച്ചിട്ട് ജനങ്ങൾ മറന്നു എന്നാണോ വിചാരം? പൊളിറ്റിക്കൽ പാർട്ടിയിൽ ഒരു തോമസ് മാഷോട് ആരെങ്കിലും, ഞങ്ങളാരും പറഞ്ഞതായിട്ട് ഈ മാധ്യമങ്ങളിൽ ഔദ്യോഗികമായിട്ടൊന്നുമില്ല, ഞാനീ പറഞ്ഞത് മുഴുവൻ ഔദ്യോഗികമായും ഔപചാരികവുമായി നടന്ന സംഭവങ്ങളാ. ഇത്രയും അവസരത്തിൽ അദ്ദേഹത്തെ സ്ഥാനാർത്ഥിയാക്കി മത്സരിപ്പിച്ച് ജയിച്ചു വന്നിട്ട് മുഖ്യമന്ത്രിയാക്കാതെ ആ ഭരണപരിഷ്കാര ചെയർമാനാക്കി, അദ്ദേഹത്തിന് ഔദ്യോഗികമായ വീട് വേണമെന്ന് പറഞ്ഞു, സ്റ്റാഫ് വേണമെന്ന് പറഞ്ഞു. ഇങ്ങനെയൊക്കെ വാശി പിടിച്ചപ്പോൾ ഒരു പാർട്ടിക്ക് ഇൻസൈഡ് കമ്പൽഷൻസ് ആണത്. ഞാൻ പറഞ്ഞല്ലോ, അതിനകത്ത് യുക്തിയൊന്നും ഇല്ല എന്ന് ഞാൻ പറഞ്ഞല്ലോ. ഞാൻ തന്നെ അത് ഖണ്ഡിച്ചു. താങ്കൾക്ക് അവസരം തന്നിട്ടില്ല. ഞാൻ ചോദിച്ച ചോദ്യത്തിന് ഇപ്പോഴും മറുപടി പറയുന്നില്ല. കോലീബി സഖ്യം ഇനി BJPക്ക് പറയാനാകുന്നില്ല 75,000 വോട്ട് BJPക്ക് കിട്ടുമെന്ന്. ഞങ്ങളുടെ ഒരു സൽപ്പേരിന് വേണ്ടി BJPക്ക് 75,000 വോട്ട് നേടിക്കൊടുക്കുക എന്നുള്ള ബാധ്യത, രാഷ്ട്രീയ ബാധ്യത ഞങ്ങളെ സംബന്ധിച്ചിടത്തോളം ഉണ്ട് എന്ന് PM സുരേഷ് ബാബു പറയുമെന്നാണ് ഞാൻ പ്രതീക്ഷിച്ചത്. ഞങ്ങൾക്കൊരു ചീത്തപ്പേരുണ്ടായിരുന്നു, കോലീബി സഖ്യം. ആ കോലീബി സഖ്യം എന്ന ചീത്തപ്പേര് മാറ്റാൻ ഈ തെരഞ്ഞെടുപ്പിൽ ഞങ്ങൾ ശ്രമിക്കും. അതുകൊണ്ട് ബോധപൂർവം BJPയുടെ വോട്ട് ഞങ്ങളുടെ പെട്ടിയിൽ വീഴാതിരിക്കാൻ വേണ്ടി ഞങ്ങൾ ശ്രമിക്കുമെന്ന് PM സുരേഷ് ബാബു പറയുമെന്ന് ഞാൻ പ്രതീക്ഷിച്ചു. അതിന്റെ കൂടെ ഒരു കാര്യം ഞാൻ പറയാം. ശ്രീ നികേഷ്, ഞാനൊരു കാര്യം ഞാൻ പറയാം. ഞങ്ങൾക്ക് വടകരയിൽ ഒരു സ്ഥാനാർത്ഥി ഉണ്ടായിരുന്നു. കോൺഗ്രസിന്റെ സ്ഥാനാർത്ഥിയല്ല, ഒരു സ്വതന്ത്ര സ്ഥാനാർത്ഥി ഉണ്ടായിരുന്നു. അവരെ എങ്ങാൻ അവിചാരിതമായി BJPക്കാരൻ കയറി പിന്തുണ പ്രഖ്യാപിച്ചു കഴിഞ്ഞാൽ ഈ പറയുന്ന മുഴുവൻ ആളുകളും കൂടി അതാ കോലീബി സഖ്യം എന്ന് പറയും. ആ ഒരൊറ്റ രാഷ്ട്രീയ പ്രചാരണം പാടില്ല എന്നുള്ളത് കൊണ്ടും അത്തരമൊരു രാഷ്ട്രീയ സഖ്യം ഞങ്ങൾ ആഗ്രഹിക്കുന്നില്ല എന്നുള്ളത് കൊണ്ടുമാണ് ആ ഒരു. അതൊന്നും അല്ല ശ്രീ PM സുരേഷ് ബാബു. താങ്കൾ MC മോഹനൻ പറയുന്നതിൽ യുക്തിയില്ല എന്ന് പറഞ്ഞതുപോലെ താങ്കൾ പറയുന്നതിൽ ഒരു യുക്തിയുമില്ല. KK രമ വടകരയിൽ, PJ ജോസഫ് ഇടുക്കിയിൽ മത്സരിക്കാനുള്ള ഒരു താല്പര്യപത്രം ലഭിച്ചപ്പോൾ കോൺഗ്രസ് അധ്യക്ഷൻ രാഹുൽ ഗാന്ധി പറഞ്ഞത് കൈപ്പത്തി ചിഹ്നത്തിലാണെങ്കിൽ നിങ്ങൾ ഒരു യൂണിറ്റായി തീരുമാനിച്ചോളൂ, ആര് വേണമെങ്കിലും മത്സരിച്ചോളൂ, എനിക്ക് പ്രശ്നമില്ല എന്നാണ്. അല്ലാതെ KK രമ എന്ന് പറയുന്ന സ്ഥാനാർത്ഥിക്ക് BJP പിന്തുണ പ്രഖ്യാപിച്ചാൽ അതൊരു കോലീബി സഖ്യമാകും എന്നുള്ള ഭയം കൊണ്ടാണെന്ന് താങ്കൾ പറയുന്നതൊന്നും അതൊന്നും അല്ല വസ്തുത. പറഞ്ഞോളൂ ശ്രീ PM സുരേഷ് പറഞ്ഞ ഒരു കാര്യം പറയാൻ നിവർത്തിയില്ല. OK വാസു മാഷും അശോകനും പോയത് ശരി, പോയിരിക്കുന്നു. അവർ CPMൽ പോയി. ഇപ്പോൾ ഇന്ന് മഹാരാഷ്ട്രയിലെ കോൺഗ്രസിന്റെ പ്രതിപക്ഷ നേതാവ് BJPയിലാണ്, വടക്കൻ BJPയിലാണ്. അങ്ങനെയാണ് ഈ OK വാസുവിന്റെ കാര്യം ഇപ്പോൾ പറയാൻ പറ്റില്ല. OK വാസു പോയിട്ട് കൊല്ലത്രയായി, അശോകൻ പോയിട്ട് കൊല്ലത്രയായി. അപ്പോൾ ഇപ്പോൾ ഈ സൈസ് കണക്ക് പറഞ്ഞ് ഈ മുടന്ത ന്യായം പറഞ്ഞ് കണ്ണടപ്പിക്കരുത്. രാഷ്ട്രീയ പാർട്ടികളിൽ അങ്ങോട്ടും ഇങ്ങോട്ടും പോകുന്നത് സ്വാഭാവികമാണ്. ചെറിയ കാര്യം ഇവിടെ ശ്രീ A സജീവൻ നോക്കൂ, ഈ സ്ഥാനാർത്ഥി ലിസ്റ്റോടുകൂടി കോൺഗ്രസിൻ്റെ രാഷ്ട്രീയത്തിൽ താങ്കളൊന്ന് സൂക്ഷ്മമായി നിരീക്ഷിക്കുകയാണ് എങ്കിൽ വലിയ ചലനങ്ങൾ ഉണ്ടാകാൻ പോവുകയാണ്. എന്തൊക്കെയാണത്? ഒന്ന്, A ഗ്രൂപ്പ് വളരെ കാലത്തിന് ശേഷം, പ്രത്യേകിച്ച് 2016 നിയമസഭാ തെരഞ്ഞെടുപ്പ് എടുത്തു നോക്കിയാൽ താങ്കൾക്ക് മനസ്സിലാകും, അതിൽ I ഗ്രൂപ്പ് നല്ല രീതിയിൽ സ്വാധീനമുണ്ടാക്കിയിരിക്കുന്നു. കൂടുതൽ I ഗ്രൂപ്പുകാരാണ് ജയിച്ചിട്ടുള്ളത്. എന്തുകൊണ്ട് പാർലമെൻ്ററി പാർട്ടി നേതൃത്വ സ്ഥാനത്തേക്ക് ഉമ്മൻചാണ്ടി മത്സരിച്ചില്ല എന്ന ചോദ്യത്തിന് നമ്മൾ പറയും അത് ഉമ്മൻചാണ്ടി തെരഞ്ഞെടുപ്പ് പരാജയത്തിൻ്റെ ഉത്തരവാദിത്തം ഏറ്റെടുത്ത് മാറി നിന്നതാണ് എന്ന്. പക്ഷേ I ഗ്രൂപ്പുകാരോട് ചോദിച്ചാൽ പറയും അതൊന്നുമല്ല, ഇനി അഥവാ ഉമ്മൻചാണ്ടി മത്സരിച്ചിരുന്നെങ്കിൽ തന്നെ ഞങ്ങൾക്കായിരുന്നു ഭൂരിപക്ഷം, രമേശ് ചെന്നിത്തല മാത്രമേ ജയിക്കുകയുള്ളായിരുന്നു എന്ന്. അപ്പോൾ I ഗ്രൂപ്പിന് 2016 നിയമസഭാ തെരഞ്ഞെടുപ്പിൽ തോറ്റുവെങ്കിൽ പോലും പാർലമെൻ്ററി പാർട്ടിയിൽ നല്ല ഭൂരിപക്ഷം ഉണ്ടായിരുന്നു. നോക്കൂ, ലോക്സഭാ തെരഞ്ഞെടുപ്പിലേക്ക് എത്തിയപ്പോൾ
ഈ ലോക്സഭാ തെരഞ്ഞെടുപ്പിലേക്ക് എത്തിയപ്പോൾ എ ഗ്രൂപ്പ് പൂർണ്ണമായ ആധിപത്യം ഉണ്ടാക്കിയിരിക്കുന്നു. ഞാൻ ആ പേരുകൾ മുഴുവൻ വായിക്കണ്ടല്ലോ. വയനാട് ഐ ഗ്രൂപ്പിൻ്റെ സീറ്റായിരുന്നു, സിദ്ദിഖ് പിടിച്ചെടുത്തു. ഇടുക്കിയിൽ ഐ ഗ്രൂപ്പ് ചോദിച്ചു വയനാട് പിടിച്ചെടുക്കുമ്പോൾ അത് നമ്മുടെ പോട്ടെ, ഞാൻ പേര് ഓർക്കുമ്പോൾ പറയാം, എ ഗ്രൂപ്പിന് തന്നെ ലഭിച്ചു. ബെന്നി ചാലക്കുടി, ആന്റണി പത്തനംതിട്ട, കൊടിക്കുന്നിൽ ആന്റണിയോടാണ് താല്പര്യം കാണിക്കുന്നതെങ്കിൽ പോലും പഴയ എക്കാരനാണ് MK രാഘവൻ. ഇത്രയധികം ആളുകൾ എ ഗ്രൂപ്പിൻ്റെ ലിസ്റ്റിൽ നിന്ന് വരുമ്പോൾ ആകെ ഐ ഗ്രൂപ്പിനുള്ളത് ഷാനിമോൾ ഉസ്മാനും ഹൈബി ഈഡനും ശ്രീകണ്ഠനും പിന്നെ സുധാകരൻ അകന്നു നിൽക്കുകയാണ്. ഇപ്പോൾ മുരളി കൂടി ആകുമ്പോൾ മുരളി എ ഗ്രൂപ്പുമായി ഉമ്മൻചാണ്ടിയുമായി നന്നായി സഹകരിച്ചു പോകുന്നയാളാണ്. അപ്പോൾ വലിയ നിലയിൽ ഐ ഗ്രൂപ്പിന് തിരിച്ചടി ഉണ്ടായിരിക്കുന്നു. മാത്രമല്ല കൂടുതൽ ജയസാധ്യതയുള്ള സീറ്റുകളിൽ എ ഗ്രൂപ്പ് ആയിരിക്കുന്നു എന്ന് ഒന്നത്. രണ്ട്, ഉമ്മൻചാണ്ടിയെ പരമാവധി കെട്ടുകെട്ടിക്കാനുള്ള ഒരു ശ്രമം രമേശ് ചെന്നിത്തല നടത്തിയിരുന്നു എന്നാണ് അണിയറ കഥകൾ. എത്രത്തോളം ശരിയാണെന്നറിയില്ല. ഉമ്മൻചാണ്ടി അതിനെ അതിജീവിച്ചു. രമേശ് ചെന്നിത്തലയെ കൊണ്ട് തന്നെ പറയിപ്പിച്ചു ഉമ്മൻചാണ്ടി കേരള രാഷ്ട്രീയത്തിൽ നിൽക്കുന്നയാളാണ് എന്ന്. അപ്പോൾ 2021 നിയമസഭാ തെരഞ്ഞെടുപ്പിൽ ഉമ്മൻചാണ്ടി മുല്ലപ്പള്ളി രാമചന്ദ്രൻ ഒരു KPCC അധ്യക്ഷ സ്ഥാനത്തേക്ക് ഒരു ലോങ് ഇന്നിങ്സ് ഇട്ടിരിക്കുകയാണല്ലോ. അദ്ദേഹം ഏറ്റവും കുറഞ്ഞത് നിയമസഭാ തെരഞ്ഞെടുപ്പ് വരെയെങ്കിലും ഇനി നിയമസഭാ തെരഞ്ഞെടുപ്പ് കാലഘട്ടം വരെയെങ്കിലും ഇനി KPCC പ്രസിഡന്റാണ്. ഇപ്പോൾ രമേശ് ചെന്നിത്തലയെ സംബന്ധിച്ചിടത്തോളം ലോക്സഭാ തെരഞ്ഞെടുപ്പിൽ കുറേ സീറ്റ് വിട്ടുകൊടുക്കേണ്ടി വന്നു എന്ന് മാത്രമല്ല, ഉമ്മൻചാണ്ടി എന്ന് പറയുന്ന മുല്ലപ്പള്ളി രാമചന്ദ്രൻ എന്ന് പറയുന്ന രണ്ട് വലിയ പ്രതിയോഗികളെ 2021 നിയമസഭാ തെരഞ്ഞെടുപ്പിൽ നേരിടേണ്ടി വരുന്നു എന്നുള്ളത്. അതിനപ്പുറത്തും ചില കാരണങ്ങളുണ്ട്. ദില്ലിയിൽ പിടി വല്ലാതെ ആയിരുന്നു, പ്രത്യേകിച്ച് KC വേണുഗോപാൽ അവിടെ വലിയ നിലയിൽ സ്വാധീനം ഉറപ്പിച്ചതോടുകൂടി. അതുകൊണ്ട് ഈ ലോക്സഭാ തെരഞ്ഞെടുപ്പ് രമേശ് ചെന്നിത്തലയുടെ വാട്ടർലൂവിൻ്റെ തുടക്കമാണോ? ഇല്ല, തീർച്ചയായിട്ടും ഒരു കാര്യമുള്ള നമ്മൾ നോക്കേണ്ടത്, മുല്ലപ്പള്ളി രാമചന്ദ്രൻ എന്തായാലും ലോക്സഭയിലേക്ക് മത്സരിക്കുന്നില്ല എന്ന് പറഞ്ഞുകൊണ്ട് അദ്ദേഹത്തിന് KPCC പ്രസിഡന്റായിട്ട് നിൽക്കണം എന്ന് വെച്ചാൽ അദ്ദേഹം പഴയ ഐക്കാരനാണ്. ഒരുപക്ഷെ അദ്ദേഹം തന്നെ പറയുന്ന പോലെ K കരുണാകരന് മുമ്പ് ഐക്കാരനായിട്ടുള്ള ആളാണ്. അപ്പം അങ്ങനെയുള്ള ഒരാൾ ഐ ആണെന്നുള്ള കാര്യം ഉറപ്പാണല്ലോ. അങ്ങനെ കോൺഗ്രസിലൊരു സമവാക്യം എന്ന് പറയുന്നത് ഒരു ഗ്രൂപ്പുകാരൻ പാർലമെന്ററി പാർട്ടിയുടെ നേതാവാണെങ്കിൽ മറ്റൊരു ഗ്രൂപ്പുകാരൻ പാർട്ടിയുടെ നേതാവായിരിക്കും. അതായത് KPCC പ്രസിഡന്റായിരിക്കും, മറ്റേ ആൾ പ്രതിപക്ഷ നേതാവോ അല്ലെങ്കിൽ മുഖ്യമന്ത്രിയോ ആയിരിക്കും. ഇപ്പോഴത്തെ അവസ്ഥയിൽ ഐ ഗ്രൂപ്പുകാരനാണ് മുല്ലപ്പള്ളി രാമചന്ദ്രൻ, പഴയ ഐ ഗ്രൂപ്പുകാരനാണ്. അപ്പം അതുകൊണ്ട് തന്നെ എ ഗ്രൂപ്പിനാണ് പാർലമെന്ററി പാർട്ടിയുടെ നേതൃസ്ഥാനം കിട്ടേണ്ടത്. സ്വാഭാവികമായിട്ടും അതുകൂടി തനിക്ക് വേണമെന്ന് പറയാനുള്ള ഒരവകാശം ആ സമയത്ത് രമേശ് ചെന്നിത്തല കിട്ടിയെന്ന് വരില്ല. അദ്ദേഹം ആഗ്രഹിക്കുന്നുണ്ട്. അതല്ലെങ്കിൽ ഇതിനിടയിൽ മുല്ലപ്പള്ളി രാമചന്ദ്രനെ മാറ്റിയിട്ട് എ ഗ്രൂപ്പുകാരനെ സ്ഥാനാർത്ഥിയാക്കണം, അല്ലെ KPCC പ്രസിഡന്റ് ആക്കണം. അതിന്റെ സാധ്യത വളരെ കുറവാണ്. ഇനിയുള്ള കുറച്ചു കാലം 2021 അധികം സമയമൊന്നുമില്ലല്ലോ. ഈ ഒരു പ്രധാന പ്രശ്നമുണ്ട്. മാത്രമല്ല നമ്മൾ നോക്കേണ്ടത് ഉമ്മൻചാണ്ടിയെ അദ്ദേഹത്തിന് KPCC പ്രസിഡന്റ് സ്ഥാനം എങ്ങനെയെങ്കിലും കൊടുത്തുകൊണ്ട് ആ എ ഗ്രൂപ്പിന്റെ കയ്യിലേക്ക് ഇത് മാറ്റിക്കൊടുക്കാനും പാർലമെന്ററി പാർട്ടി സ്ഥാനം തങ്ങൾക്ക് കിട്ടാനും വേണ്ടി പരമാവധി ശ്രമം നടത്തിയിരുന്നല്ലോ. ഉമ്മൻചാണ്ടി അത് ഒരിക്കൽ പോലും വാങ്ങില്ല എന്ന് പറഞ്ഞു. മാത്രമല്ല അദ്ദേഹം UDF ചെയർമാൻ സ്ഥാനവും വേണ്ടെന്ന് പറഞ്ഞു. എന്നിട്ട് അദ്ദേഹത്തെ അവസാനം AICCയുടെ ജനറൽ സെക്രട്ടറി ആയിട്ട് മാറ്റി. പക്ഷെ അപ്പോൾ അദ്ദേഹം താൽക്കാലികമായിട്ട് അത് പോയെങ്കിൽ പോലും പൂർണ്ണമായിട്ട് മാറ്റുന്ന ഒരു MP ആക്കാനുള്ള ശ്രമം, ലോക്സഭാംഗമാക്കാനുള്ള ശ്രമം, അത് പരാജയപ്പെടുത്താൻ അദ്ദേഹത്തിന് വളരെ എളുപ്പത്തിൽ കഴിഞ്ഞല്ലോ. മാത്രമല്ല അദ്ദേഹം തൻ്റെ താല്പര്യമനുസരിച്ച് തൻ്റെ അനുയായികൾക്ക്, തനിക്ക് ഏറ്റവും പ്രിയപ്പെട്ട ആളുകൾക്ക് അവിടെ അദ്ദേഹം സീറ്റ് വാങ്ങിക്കൊടുത്തു. ഐ ഗ്രൂപ്പിൻ്റെ സീറ്റാണല്ലോ വയനാട്. ആ വയനാട് പോലും പിടിവാശി കൊണ്ട് പിടിച്ചെടുക്കാൻ തനിക്ക് കഴിയുമെന്ന് ഉമ്മൻചാണ്ടി തെളിയിച്ചു. അപ്പോൾ അതുകൊണ്ട് ഉമ്മൻചാണ്ടി എന്ന് പറയുന്ന രാഷ്ട്രീയ നേതാവ് നമ്മൾ കാണുന്ന പോലെ നമുക്കറിയാവുന്നതാണ്. അദ്ദേഹം ഏറ്റവും തന്ത്രജ്ഞനായിട്ടുള്ള ആളാണ്. പക്ഷെ അദ്ദേഹത്തിൻ്റെ ഈ സട കൊഴിഞ്ഞിട്ടില്ല എന്നുള്ള കാര്യം വളരെ വ്യക്തമാണ്. അദ്ദേഹം 2021 ശക്തനായിട്ട് നിൽക്കും. എ ഗ്രൂപ്പ് ഞങ്ങൾക്ക് പാർലമെന്ററി പാർട്ടി സ്ഥാനത്തിന്റെ നേതൃസ്ഥാനം വേണം എന്ന് അദ്ദേഹം പറഞ്ഞാൽ അതിനെ യുക്തി കൊണ്ട് തോൽപ്പിക്കാൻ ഈ ഐ ഗ്രൂപ്പിന് കഴിയാത്തൊരവസ്ഥ വരും എന്നാണ് എനിക്ക് തോന്നുന്നത്. ശരി, അത് ഞാൻ ഒരിക്കൽ കൂടി ആ ചോദ്യം ആവർത്തിക്കുകയാണ്. അതായത് 2021
സ്വാഭാവിക മുഖ്യമന്ത്രി സ്ഥാനാർത്ഥി എന്നതിന് ഞാൻ അടിവരയിടുന്നു. മുഖ്യമന്ത്രി സ്ഥാനാർത്ഥി രമേശ് ചെന്നിത്തലയാണ് എന്ന് രമേശ് ചെന്നിത്തല ധരിച്ചിട്ടുണ്ട് എങ്കിൽ അതല്ല ശക്തനായിട്ടുള്ള ഉമ്മൻചാണ്ടി വെല്ലുവിളിയാണ് എന്നാണോ ശ്രീ സജീവൻ താങ്കൾ പറയുന്നത്? നേരത്തെ താങ്കൾ ചൂണ്ടിക്കാണിച്ചതുപോലെ എ ഗ്രൂപ്പിൻ്റെ വടകര ഐ ഗ്രൂപ്പിൻ്റെ കയ്യിലായിരുന്നു എം എ ഷാനവാസ് ആയിരുന്നു അവിടെ MP. ആ ഐ ഗ്രൂപ്പിൻ്റെ സ്ഥാനാർത്ഥിത്വം എ ഗ്രൂപ്പിന് പിടിച്ചു. ഒരു ഘട്ടത്തിൽ രമേശ് ചെന്നിത്തല മുല്ലപ്പള്ളിയും ഉമ്മൻചാണ്ടിയും ഇരുന്ന മീറ്റിങ്ങിൽ നിന്ന് ഇറങ്ങിപ്പോയി എന്നാണ് പരിഭവത്തോടു കൂടി. എന്നിട്ട് അദ്ദേഹം ദില്ലിയിൽ നിന്ന് തന്നെ കേരളത്തിലേക്ക് തിരിച്ചു എന്നാണ് പറയുന്നത്. ഒന്നും സംഭവിച്ചില്ല, അത് വലിയ വാർത്ത പോലും ആയിട്ടില്ല. രാഹുൽ ഗാന്ധി അത് ടി സിദ്ദിഖിന്, ഉമ്മൻചാണ്ടി പറഞ്ഞ കാൻഡിഡേറ്റിന് കൊടുക്കുന്നു. ഇതേ ഉമ്മൻചാണ്ടി തന്നെ അല്പം മുമ്പേക്ക് താങ്കൾ പോയാൽ കൊടുവള്ളി സീറ്റ് ഘടകകക്ഷിയിൽ നിന്ന് വാങ്ങി ഇതേ സിദ്ദിഖിന് കൊടുത്തിട്ടുണ്ട്. പിന്നെയും സിദ്ദിഖിനെ നമുക്കെടുക്കാം. യൂത്ത് കോൺഗ്രസ് പ്രസിഡന്റ് സ്ഥാനത്തേക്ക് ഇതേ സിദ്ദിഖിനെ നിർദ്ദേശിച്ച് അതിൽ ഹൈക്കമാൻഡിൻ്റെ നിർദ്ദേശം മറികടന്നിട്ടാണ് ഉമ്മൻചാണ്ടി അത് ചെയ്തത് എന്നതിൻ്റെ പേരിൽ രാഹുലും ഉമ്മൻചാണ്ടിയും തമ്മിൽ തെറ്റുകയും ഒക്കെ ചെയ്തിരുന്നു. അപ്പോൾ ഇപ്പോൾ നമ്മളൊരു ഉദാഹരണം എടുത്താൽ രാഹുൽ ഗാന്ധിയുടെ സമീപകാലത്തെ തീരുമാനങ്ങളെല്ലാം നമ്മളൊന്ന് പരിശോധിച്ചാൽ ചില കാര്യങ്ങളിൽ അതിന് അദ്ദേഹത്തിനൊരു പാറ്റേൺ ഉണ്ട്. ഇപ്പോൾ രാജസ്ഥാനിൽ നമ്മളെല്ലാം വിചാരിച്ചിരുന്നത് ഒരുപക്ഷെ രാജേഷ് പൈലറ്റിൻ്റെ മകൻ സച്ചിൻ പൈലറ്റ് മുഖ്യമന്ത്രിയായ, കാരണം രാഹുൽ ഗാന്ധി അദ്ദേഹത്തിൻ്റെ ബ്രിഗേഡിനെ തിരഞ്ഞെടുക്കുന്ന ഒരു രീതിയുണ്ടല്ലോ. രാഹുൽ ബ്രിഗേഡ് എന്ന് പറയുന്നതിന് കേരളത്തിൽ വരെ കെട്ടിയിറക്കിയിട്ടുണ്ടല്ലോ, ഒന്നും നോക്കാതെ, ഇവിടുത്തെ പ്രാദേശിക നേതൃത്വത്തിനോട് പോലും ആലോചിക്കാതെ. അപ്പോൾ രാഹുൽ ബ്രിഗേഡിൻ്റെ ഭാഗമായി സച്ചിൻ പൈലറ്റിനെ രാജസ്ഥാൻ മുഖ്യമന്ത്രിയാക്കുമെന്നാണ് നമ്മൾ വിചാരിച്ചത് എങ്കിൽ ആയിരുന്നില്ല. അശോക് ഗെഹ്ലോട്ട് ആയിരുന്നു രാഹുൽ ഗാന്ധിയുടെ ചോയ്സ്. അപ്പോൾ രാഹുൽ ഗാന്ധിയെ നമ്മൾ ആദ്യം കണ്ട രാഹുൽ ഗാന്ധിയല്ല, യൂത്ത് കോൺഗ്രസിൻ്റെ ചുമതലയുണ്ടായിരുന്ന AICC ജനറൽ സെക്രട്ടറി രാഹുൽ ഗാന്ധി ആയിട്ടല്ല നമ്മളിപ്പോൾ കണ്ടത്, AICC അധ്യക്ഷനായിട്ടാണ്. അശോക് ഗെഹ്ലോട്ട് എന്താ അവിടെ നല്ല സ്വാധീനമുള്ള രാഷ്ട്രീയ നേതാവ്, എല്ലാ വിഭാഗം ആളുകൾക്ക് സ്വീകാര്യനായിട്ട രാഷ്ട്രീയ നേതാവ്. നമ്മൾ ഈ സീറ്റ് പ്രക്രിയ എടുത്താൽ ഉമ്മൻചാണ്ടിയുടെ ഇപ്പോഴത്തെ സ്റ്റേക്ക് പരിശോധിച്ചാൽ ഒരുപക്ഷെ 2021 മുഖ്യമന്ത്രി സ്ഥാനാർത്ഥി പട്ടികയിലേക്ക് വരുന്ന ആദ്യ പേരുകാരൻ ഉമ്മൻചാണ്ടി ആയിരിക്കണമെന്ന് രമേശ് ചെന്നിത്തല ആശങ്കപ്പെടേണ്ടതുണ്ടോ? തീർച്ചയായിട്ടും ഉമ്മൻചാണ്ടി ആയിരിക്കും എന്നുള്ള കാര്യത്തിൽ ഒരു സംശയമില്ല. ആ 2-3 കാരണം കൊണ്ട്. ഒന്ന്, താങ്കൾ പറഞ്ഞ പോലെ താൻ വിചാരിച്ച കാര്യങ്ങൾ നടപ്പാക്കാൻ ഉമ്മൻചാണ്ടിക്ക് ഒരു പ്രയാസവുമില്ല. ഇവിടെ നേരത്തെ മോഹൻ പറഞ്ഞല്ലോ, ചാലക്കുടിയിൽ മത്സരിക്കുന്ന ആരാണ്? മുൻ KPCC പ്രസിഡന്റ് മത്സരിക്കാൻ യോഗ്യനല്ല എന്ന് പറഞ്ഞ മാറ്റി നിർത്തിയ കുറേ പേരെ മാറ്റി, ബാബു ഉൾപ്പെടെയുള്ള ആളുകളെ മാറ്റി നിർത്താൻ പറഞ്ഞിട്ട് അതൊന്നും നടപ്പായില്ലെങ്കിൽ പോലും ഇത് മാറ്റി നിർത്താൻ സുധീരന് കഴിഞ്ഞിരുന്നു. ആ ആളെ ഇപ്പോൾ ഇതാ ലോക്സഭയിലേക്ക് രാഹുൽ ഗാന്ധിക്ക് വോട്ട് ചെയ്യാനായിട്ട്, രാഹുൽ ഗാന്ധിക്ക് പിന്തുണ കൊടുക്കാനായിട്ട് അദ്ദേഹത്തെ അയക്കാനാണ് ഉമ്മൻചാണ്ടി തീരുമാനിച്ച് അദ്ദേഹത്തിന് സീറ്റ് വാങ്ങിക്കൊടുത്തു. എളുപ്പത്തിൽ ഒരുപക്ഷെ തിരിച്ചു പിടിക്കാവുന്ന ഏറ്റവും നല്ല സീറ്റുകളിലൊന്നാണ് ചാലക്കുടി. ആ ചാലക്കുടിയിൽ ബെന്നി ബെഹനാനാണ് മത്സരിക്കുന്നത്. അപ്പോൾ അതുകൊണ്ട് 2021 ഉമ്മൻചാണ്ടിക്ക് അടുത്ത് ഉമ്മൻചാണ്ടിയുടെ അതേ ലെവലിൽ നിൽക്കാൻ പറ്റുന്ന ഒരാൾ ഉണ്ടാവാൻ സാധ്യത. കാരണം മുഖ്യമന്ത്രി സ്ഥാനത്തേക്കോ അല്ലെങ്കിൽ പാർലമെന്ററി പാർട്ടി നേതൃസ്ഥാനത്തേക്ക് മറ്റൊരാളുണ്ടാവില്ല. അതിന് സ്വാഭാവികമായൊരു കാര്യം കൂടിയാണ് ഞാൻ പറഞ്ഞത്. ഇവിടെ പാർട്ടിയുടെ പ്രസിഡന്റ് സ്ഥാനം ഐക്കാരനാണ്. പിന്നീട് എങ്ങനെയാണ് ഐക്കാർക്ക് ഞങ്ങൾക്ക് അതുകൂടി വേണമെന്ന് പറയാൻ പറ്റുക? അത് പറഞ്ഞുകൊണ്ട് തന്നെ ഉമ്മൻചാണ്ടി പറയും ഇത് ഞങ്ങൾക്ക് അവകാശപ്പെട്ടതല്ലേ എന്ന് ചോദിച്ചാൽ ഒരു തരത്തിലും അതിനെ ചോദ്യം ചെയ്യാൻ രാഹുൽ ഗാന്ധി. ലോക്സഭാ തെരഞ്ഞെടുപ്പിന്റെ സ്ഥാനാർത്ഥി നിർണ്ണയം കേരളത്തിലെ ഗ്രൂപ്പ് രാഷ്ട്രീയത്തിലെ പുതിയൊരു ചേരിതിരിവ് ഉണ്ടാക്കുന്ന രീതിയിൽ, അല്ലെങ്കിൽ പുതിയൊരു ഡൈനാമിസം ഉണ്ടാക്കുന്ന രീതിയിൽ ശ്രീ PM സുരേഷ് ബാബു, എനിക്ക് അവസാനത്തെ ചോദ്യം താങ്കളോടാണ് ഉന്നയിക്കാനുള്ളത്. നോക്കൂ, 2 മുന്നണികൾക്കും പൂർണ്ണമായ സ്ഥാനാർത്ഥി പട്ടികയെ BJPക്കായില്ല. ഇന്ന് അൽഫോൺസ് കണ്ണന്താനം എന്ന നിങ്ങളുടെ കേന്ദ്രമന്ത്രി പറഞ്ഞത് എന്നെ കൊല്ലത്താണ് പരിഗണിക്കുന്നത് പോലും, എനിക്ക് അവിടെ ഒറ്റ ആളെയും അറിയില്ല എന്നാണ്. അപ്പോൾ ഇത്രയും കാലത്തെ സൂക്ഷ്മമായ നിരീക്ഷണത്തിന് ശേഷം അൽഫോൺസ് കണ്ണന്താനത്തെ പോലെ കേരളത്തിലെ ആകെയുള്ള കേന്ദ്രമന്ത്രി റെപ്രസെൻറ്റേഷന് നിങ്ങൾ കണ്ടുവച്ച കൊല്ലം മണ്ഡലമാണ് എങ്കിൽ അദ്ദേഹം തന്നെ പറയുന്നു ആ കൊല്ലം മണ്ഡലത്തിൽ എനിക്ക് ഒരാളെ അറിയില്ല. എന്ത് പരിശോധന നടത്തിയിട്ടാണ്, എന്ത് സർവേ നടത്തിയിട്ടാണ് ഈ സ്ഥാനാർത്ഥി ലിസ്റ്റൊക്കെ തയ്യാറായിട്ടുള്ളത്? ഇതിനേക്കാളും നല്ലത് മലപ്പുറം. അതെ BJP, സോറി PM വേലായുധൻ എന്നാണ് ഞാൻ ഉദ്ദേശിച്ചത്. സോറി ഞാനാണ് പറയേണ്ടത്. BJPയെ സംബന്ധിച്ച് കേന്ദ്ര നേതൃത്വം ഒരു മന്ത്രി എന്ന നിലയ്ക്ക് അദ്ദേഹത്തോട് മത്സരിക്കാൻ പറഞ്ഞാൽ അദ്ദേഹം മത്സരിക്കും. അത് അദ്ദേഹം മാത്രമല്ല, BJPയുടെ എല്ലാ സ്ഥാനാർത്ഥികളും പാർട്ടി എന്ത് പറയണോ, എതിരഭിപ്രായങ്ങളൊക്കെ ഉണ്ടാവും, പക്ഷേ പാർട്ടിയുടെ തീരുമാനമാണ് അന്തിമ തീരുമാനം. ആ തീരുമാനത്തിന് എല്ലാവരും തയ്യാറാകും എന്നാണ് എൻ്റെ വിശ്വാസം.
നോക്ക്, എൻ്റെ ചോദ്യം ഇതാണ്. അൽഫോൺസ് കണ്ണന്താനം പറയുന്നു കൊല്ലത്ത് എനിക്ക് ഒരാളെ പോലും അറിയില്ല, അതിനേക്കാൾ നല്ലത് മലപ്പുറത്ത് മത്സരിക്കാൻ പറയുന്നതായിരുന്നു എന്ന് അദ്ദേഹം ടെലിവിഷൻ ചർച്ചകളിൽ പറയാം. ഞാനും കേട്ടു. പക്ഷേ അദ്ദേഹത്തിന്റെ മാതൃമണ്ഡലം എന്ന് അദ്ദേഹം നിശ്ചയിക്കുന്നത് പത്തനംതിട്ടയാണ്. അദ്ദേഹം മാതൃമണ്ഡലം എന്നല്ല, എൻ്റെ ഭാര്യ ഓർത്തഡോക്സുകാരിയാണ്. അതിനൊക്കെ ഒത്തിരി വ്യാഖ്യാനങ്ങളുണ്ട്. പക്ഷെ അദ്ദേഹത്തിന്റെ ആഗ്രഹം, ഓർത്തഡോക്സുകാരി, അദ്ദേഹത്തിന്റെ ആഗ്രഹം പത്തനംതിട്ടയിൽ മത്സരിക്കണമെന്നാണ്. അത് എല്ലാവരുടെയും ആഗ്രഹങ്ങൾ അനുസരിച്ച് നടക്കില്ലല്ലോ. പാർട്ടിക്കൊരു തീരുമാനമുണ്ടല്ലോ. പാർട്ടി എന്ത് തീരുമാനിക്കണോ ആ തീരുമാനത്തിന് അദ്ദേഹവും തയ്യാറാകും. ഇനി മത്സരിക്കണ്ടെന്ന് പറഞ്ഞാൽ മത്സരിക്കില്ല. നമ്മളൊക്കെ വിചാരിക്കുക BJP ഇങ്ങനെ സ്ഥാനാർത്ഥി പട്ടിക വൈകിപ്പിക്കുമ്പോൾ കൂടുതൽ ചർച്ചകൾ, കൂടുതൽ ഇൻപുട്സ് ചേർത്തിട്ട് ഏറ്റവും അങ്ങനെയാണല്ലോ ഇപ്പൊ മുരളീധരനെ അവിടെ ആക്കിയതായി UDF അവകാശപ്പെടുന്നത്. അങ്ങനെ ഒരു അവധാനതയില്ല, ഒരു ചർച്ചയുമില്ല. ചുമ്മാ ഒരാളെ പിടിച്ച് കറക്കിക്കുത്തുണ്ടല്ലോ. ഒന്നുമല്ല പരീക്ഷ കറക്കിക്കുത്തുണ്ട്. ആരെവിടൊക്കെ മത്സരിക്കണം എന്നുള്ള ലിസ്റ്റ് ഇവിടുന്ന് പ്രാഥമിക ലിസ്റ്റ് ഡൽഹിക്ക് പോയിട്ടുണ്ട്. അതിൻ്റെ അന്തിമ രൂപം നൽകുന്നത് ഡൽഹിയിലാണ്. ആ അന്തിമ രൂപം നൽകി അത് ഇവിടേക്ക് വിടുമ്പോൾ ഇവിടുത്തെ പാർട്ടി പ്രവർത്തകർ അത് 100 കയ്യാലെ സ്വാഗതം. എന്നത്തേക്കുണ്ടാവും ലിസ്റ്റ്? നാളെ ആവുന്നേ. നാളെ നീളെ ഞാൻ നേരത്തെ ഇല്ല, നാളെ ആവും. ഇന്ന് രാത്രിയിലേക്ക് നാളെ നിങ്ങൾക്ക് നല്ല ശുഭവാർത്ത കേൾക്കാം എവിടെ ആരൊക്കെ എന്നുള്ളത്. PM വേലായുധൻ, NC മോഹനൻ, ഒപ്പം തന്നെ PM സുരേഷ് ബാബു, A സജീവൻ, N ഷംസീർ ന്യൂസ് നൈറ്റിൽ സഹകരിച്ചതിന് നന്ദി. നമസ്കാരം.